കേൾക്കാം സ്ട്രീമിന് ഇൻട്രോ പറയുമ്പോൾ ആശിങ്ങനെ പറയുന്നത് ടയർ ട്രാപ്പ് ഉണ്ടോ? ടയർ ട്രാപ്പ് എന്തൊരു സാധനം? ട്രാപ്പിന്റെ പേര് എങ്ങനെ? ഈ സാധനം, ഈ കാണുന്ന സാധനം അങ്ങനെ സാധനം ഉണ്ടോ? ഇല്ല ഇല്ലേ? ആണല്ലേ, എന്താണ് നോക്കാശേ? നാലേ ഉള്ളോ കൂടെ? വെപ്പൺസ് ഏതല്ലേ? ഫുൾ ഇൻവെന്ററി ഫുള്ളാ. ഞാൻ നോക്കട്ടെ, ഞാൻ 2-3 എടുക്കാം, ബാക്കി എന്നിട്ട് വെച്ചു. എനിക്കൊരു പിസ്റ്റലായിരുന്നു. പക്ഷേ പിസ്റ്റളോ ഒന്നും എൻ്റെ ഉണ്ടാവില്ല. പിസ്റ്റളല്ലേ? പിസ്റ്റൾ ഉണ്ട്, പക്ഷെ അത് മോഡഡല്ല. അതിപ്പോ പറ്റൂലല്ലോ. അയ്യോ, അതിപ്പോ പറ്റൂല, അത് ബാക്കിലെത്തിയിട്ട് പറ്റുള്ളൂ. ഞാൻ ആശിച്ച് വോയിസ് ഇട്ടാത്ത എന്താ ആലോചിച്ച് കരുതേന്. ആ 300 സ്ക്രീൻ കൊല്ലാന്നുണ്ടാവും. എൻ്റെ ഓൾറെഡി ഞാനിത് കഴിച്ചിട്ടുണ്ടല്ലോ. ഡ്രോപ്പ് ചെയ്തേ. വരുന്നു. ഞാൻ ലൈവ് ഞാൻ എടുത്തിട്ടായി കമന്റ് വയ്ക്കണ്ട. പിന്നെ ആശുപടോ കുഞ്ഞെടുത്ത ആശുപടോ അടുത്ത കോമഡി പറ. അടുത്ത കോമഡി ഉണ്ട്, ഇനിയില്ല, അത്രേ ഉള്ളൂ. നീ ആരെന്റെ പെണ്ണും പിള്ളേ? പണ്ടൊക്കെ സ്കിൻ എടുത്താൽ അപ്പനോ? അപ്പൊ തന്നെ സ്കിൻ എടുത്തിരുന്നേ. അതിന് വേണ്ടി എടുക്ക്. നിനക്കെന്താ പിസ്റ്റള്? ആ പിസ്റ്റൾ എടുക്കും. അയ്യോ, ഫോൺ ഓഫ് ചെയ്തേ. ഞാൻ Let's play save the world. ഞാൻ ഇത് മൊത്തം എടുക്കുകയാണ്, എന്നിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. വേണ്ടാത്ത പിസ്റ്റള് നല്ലത്. മിസ്റ്റൾ നീ എടുക്കും. ഏതാ പിസ്റ്റള? കത്തനാണെന്ന് പിസ്റ്റലൊക്കെ. ഗോസ്റ്റ് പിസ്റ്റൾ. ഇത് വേണ്ട. ഇതേതാ? 100 കിലോ വേണ്ട. Where's my pistol? Shotgun. ഒന്ന് 2 3 4 കണ്ണെടുത്തിണ്ടേ. കാര്യങ്ങളൊക്കെ പോവല്ലേ നമുക്ക്? ലീവ് പാർട്ടിയാ? ലീവ് സ്റ്റോം ഷീറ്റ് അല്ലേ? ലീവ് പാർട്ടി എന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് റിട്ടേൺ ടു ഹോം ബേസ്. ചിലപ്പോൾ അതിൽ വരും. കണ്ടിന്യൂ. ഇത് പാർട്ടിയോ? കണ്ടിന്യൂ. ഓക്കെ, റിട്ടേൺ ഹോം ബേസ് വന്നിട്ട് ചെല്ലുക്ക് 16 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ. വെയിറ്റ് ചെയ്യാം.
റിഹാൻ ഇൻവൈറ്റഡ് ഉണ്ടല്ലോ. ക്വസ്റ്റ് ലോഗിൽ പോവാ. മറ്റേ നോക്കട്ടെ ഞാൻ വന്നിട്ട് ചെല്ലും. റിട്ടേൺ ടു ഹോം പേജ്. ക്വസ്റ്റ് ലോഗ് എടുക്കുക. ബട്ടൺ അമർത്തില്ലേ വെയിറ്റ് വന്നിട്ട് വരുന്നുള്ളൂ ഞാൻ. ഓക്കെ സേവ് ചെയ്തോലെ ലോഡിങ്ങിന് നല്ല ടൈം എടുക്കുന്നുണ്ട്. ആശേ ഞാൻ ഈ ലാൻഡ് കേബിൾ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാണ് കളിക്കുന്നേ. സേവ് ദ വേൾഡ് അടിപൊളി. Sagao bro, hi, welcome to stream. Hi bro. Ask elimination. Ask 300 askന് കൊല്ലണക്ക്. ഈ ലോഡിങ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. മണിക്കൂറോടെ ഇങ്ങനെ ലോഡിങ് ഉണ്ടാവും. ഇവർക്ക് ഇത് ഫിക്സ് ചെയ്തൂടെ? പ്ലേസ്റ്റേഷൻ പ്ലേസിന് മാത്രമേ ഇങ്ങനെ ലോഡിങ് ഇഷ്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെടാ. ഹസ്ക് അല്ല. ഹസ്ക് അല്ല പിന്നെ നമുക്ക് അല്ല ശരി ഞാൻ അപ്പോഴും ലോഡിങ് ചെയ്യുന്നില്ല. എനിക്ക് ക്വസ്റ്റ് അപ്പോഴും നോക്കിയിട്ടില്ല. ഇല്ല നോക്ക് ഇത് കണ്ടാറല്ല ദേഷ്യം വരുന്ന അങ്ങോട്ട്. 100 V-Bucks കിട്ടുള്ളൂ കേട്ടോ ആശിനാ. അല്ല എനിക്ക് 300 കിട്ടും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനല്ലേ. ഞാൻ കുറച്ച് ദിവസമൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടിരുന്നേ പണ്ട്. അങ്ങനെയാണെ ആശേ ഞാൻ പറയട്ടെ, ഇങ്ങനെയാണെങ്കിൽ 1200 V-Bucks ഫുള്ള് ക്ലെയിം ചെയ്താൽ ഇക്കനെ കോക്കോസ്കിന് എടുക്കാമല്ലോ. ഐഡിയ ആണത്. ഓക്കെ ലോഡിങ് സൗണ്ട് കിട്ടേ. ലോഡിങ് ഓക്കെ. ഡെയിലി കോസ്റ്റ് ഹസ്കിനെ 3 കൊല്ലാണ്ട് എന്തായിരുന്നു സക്സസ്ഫുൾ മിഷൻ. കംപ്ലീറ്റ് 3 മിഷൻ ആസ് ആൻ ഔട്ട്ലാൻഡർ. എന്താ ഔട്ട്ലാൻഡർ എന്ന് പറഞ്ഞൊരു ഹീറോ ഉണ്ട്, അത് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഹീറോനെ ഔട്ട്ലാൻഡർ. ഓക്കെ. ഡെയിലി ഡിസ്ട്രോയ് 3 ഫയർ ട്രക്സ് ഇൻ സക്സസ്ഫുൾ മിഷൻ ഓഫ്റ്റൻ ഫൗണ്ട് ഇൻ സിറ്റി സോൺ. പക്ഷെ 3 ക്വസ്റ്റ്യൻ പക്ഷേ എനിക്ക് എന്തേ 3 തീർക്കാൻ പറ്റില്ല. 1 തീർക്കാം. 1 കൊടുക്കും. 4 5 6 7 പക്ഷേ 2 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ പക്ഷേ സോറി 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന നടക്കില്ല. ഇന്ന് ഒരെണ്ണം തന്നെ പണിക്ക് കൊടുക്കും. എന്താ പറയണേ റെഡിയാണത്. അല്ല നമുക്ക് സീനില്ലാശേ. എനിക്ക് നല്ല സീനാ. ഞാൻ ഉറങ്ങിപ്പോവും. മറ്റേ ഈ ഔട്ട്ലാൻഡർ എന്നുള്ള ഇതേതാ നമ്മുടെ സ്കിന്ന് മാറ്റണോ? സ്കിന്നല്ല, കമാൻഡിൽ പോയി ഹീറോസിൽ മാനേജ് ഹീറോ ലോഡൗട്ടിൽ കാണാം. ഔട്ട്ലാൻഡർ എന്ന് പറഞ്ഞിട്ട് വേണം സെലക്ട് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഹീറോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാണാം. കമാൻഡ് ഹീറോ ലോഡൗട്ടാണോ? ഹീറോ ലോഡൗട്ടിൽ പോയി അതില് ഏറ്റവും ആദ്യം കിടക്കുന്നത് മാറ്റിയിട്ട് ഔട്ട്ലാൻഡർ സെലക്ട് ചെയ്യണം. ഏതെങ്കിലും എന്താണ് തോന്നണ എനിക്കില്ല. ശരിക്കും അങ്ങനത്തെ കമാൻഡർ ഇല്ല. ഉണ്ടാവില്ല. കമാൻഡറിന്റെ പേരെന്തായിരുന്നു? ഔട്ട്ലാൻഡർ എന്നാണ് കമാൻഡ് കാണിക്കണില്ല. അത് കമാൻഡർ ഇല്ല. അടിപൊളി ചെയ്യാൻ പറ്റൂല. അയ്യോ എന്ത് ചെയ്യാനേനി. അപ്പൊ ബാറ്റർ പോയാലോ? അല്ല എനിക്ക് മറ്റേ 300 അസ്കിനെ കൊല്ലാണ്ട് അത് ചെയ്യാൻ സ്പെഷ്യൽ ഫോഴ്സ് ബേസിസ് സപ്പോർട്ടർ സ്പെഷ്യൽ ഇവരെന്നെ കിട്ടണ എങ്ങനെയാണ്? ഫോഴ്സ് അസാൾട്ട് ഞെക്കാൻ കിട്ടണ്ടേനി. അസാൾട്ട് കാണുന്നില്ല ഇവനെ. വാർ ഗെയിം ചെയ്ത് കഴിഞ്ഞാൽ 300 അസ്കിന്റെ കംപ്ലീറ്റ് ആവും തോന്നുന്നുണ്ടല്ലോ. കംപ്ലീറ്റ് ആവും അറിയത്തില്ല കേട്ടോ. സ്ട്രോങ് ഫീൽഡ് അസിസ്റ്റ് വല്ലതും ഉണ്ടോ നോക്കണ്ട. എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ചെയ്തിട്ട് വരാം. ഞാനെങ്കിൽ സിമ്പിളായിട്ട് 300 സ്കില്ലൊക്കെ കൊല്ലാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇല്ല പക്ഷേ അങ്ങനത്തെ സാധനമേക്കില്ല. അതിനെ അൺലോക്ക് ചെയ്യാൻ പറ്റുമൊക്കെ ഇപ്പോ ഒരു ഗെയിമിൽ നമ്മൾ ജോയിൻ ആയി. വാ ലോഞ്ച്
ഒരു 300 റസ്കിന് വേണ്ടിയാണ് ആശേ. ആശ മേലെ നിന്ന് കളിയാണ്, ഞാൻ അടിച്ചിടാ. സൗണ്ട് പോയി പറഞ്ഞ പോലെ. ആശ കേക്കോ? ഇതാരെ പൈസ? അത് ഈ വൃത്തിൻ്റെ പൈസ ഒക്കെ ഇത് ആരെ പൈസ ഇത്? ആശേ ഇത് ആശ ഇത് ആരെ പൈസ? ആശ ഇത് ഏതോടത്തിൻ്റെയാണ്, നമ്മൾ അസിസ്റ്റ് എടുത്തതാ. നീ എഡിറ്റ് ചെയ്ത് വെറുതെ ഓരോന്നും ഉണ്ടാക്കല്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല ആശേ. നീ ഇത് റാമ്പട്ട ഞാനല്ല, അതവൻ. അവനാണോ? ഓക്കെ. ആ കാശിക്കാനെ പറക്കണ വിളിച്ചല്ലോ. പക്ഷേ അതൊക്കെ കളിച്ച് കിട്ടേണ്ട സാധനം. വരുമ്പോ പടപടയെന്ന് പറഞ്ഞ അടി തുടങ്ങി കേട്ടോ. ഇത് സ്റ്റാർട്ടിങ് ആണ്. ഇവന്റെ ഹോംബേസ് പുതിയതാണ്. എന്റെ പവർ ലെവൽ എത്ര? 19 ഉള്ളൂ. നിന്റെ പവർ ലെവൽ എത്ര? നിന്റെ 20. ഞാൻ എനിക്ക് കൂടുതലേ എനിക്ക് കൂടുതലോ? അത് ഈ ഗെയിമിൽ ജോയിൻ ആയ കാരണം എന്റെ ശരിക്കുള്ള 52. പക്ഷെ അപ്പൊ നമ്മളെ പവർ ഇൻക്രീസ് ആവും. പക്ഷേ സൗത്ത് എവിടെ? ആ സൗത്ത് എവിടെ? ഓക്കെ. അത് പോലെ ഞാൻ പോയി കൊല്ലണം. എനിക്ക് കൊല്ലണം ഹസ്കിനെ. എനിക്ക് കൊല്ലണം. ഇങ്ങനെ വൈ നോ. എനിക്ക് 500 നിനക്ക് 300 ഉള്ളൂ. 500 കാശ് പുഷ്പ പോലെ അടിക്കാം. അയ്യോ കിട്ടുന്നൊക്കെ ഞാനെടുക്കും. അയ്യാ ആശ ആരാശ ഇവിടെ അസ ചെയ്തിരിക്കണത്? ആശ കള്ളക്കളി. ആശേ കള്ളക്കളിയോ? ആശ ആലോചിച്ച കാശൊക്കെ 300 എണ്ണത്തിന് വിളയാണ്ട്. ആശ 300 എണ്ണം. എനിക്ക് 500. അത് പിസ്റ്റൽ വെച്ച് മാത്രം. അതാ അതിനെ കൊണ്ടേ. ഏട്ടായി വെയിറ്റ് പോരാ. ആശിന് ബോട്ടിന് പൊട്ടിയിട്ടേ. ബോട്ടടെ ബോട്ടത്താ. അയ്യോ റിലോഡ്. സ്റ്റാർലോഡ് ഏട്ടായി ഇവിടെ അടിക്കല്ലേ? അടിക്കൂലടാ ഞാൻ എല്ലാം കൊടുത്തിട്ട് എന്ത് കളിയാ ആശേ? വാങ്ങന ആശിനെ കൊണ്ടേക്ക് എത്ര കില്ലിട്ടെന്ന് കൂടെ അറിയാൻ പറ്റൂല. എനിക്കറിയില്ല എത്ര. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ആശ ഇമോട്ടിന്റെ ഇതൊക്കെ ഏതാ? ആശ ഇമോട്ടിവിലൊക്കെ ഏതാ? എന്റെ ഇത് മറ്റേ ചേച്ചിയല്ലേ എടുത്ത് എറിയണേ? ചേച്ചി സീനാട്ടോ.
ആശുപത്രി സൈഡ് നോക്കാം, ഞാൻ സൈഡ് നോക്കാം. ഞാൻ എല്ലാ സൈഡും നോക്കിക്കോളാം. ഡോണ്ട് വറി. ആശേ അവനെ കാണില് ജനിച്ചേന്. എന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടും. ബോട്ടിനെ കൊണ്ടാണ് ഇപ്പോ. താങ്ക് യു വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയില്ല. അവന് മനസ്സിലായി നമ്മളാ ടീം നമ്മളെ കില്ലിന് മനസ്സിലായി. അതെ, അല്ലെങ്കിൽ എന്റെ ഫേസിലൊക്കെ ആരെങ്കിലും വന്ന് ഇങ്ങനെ കളിച്ചു. അത് ഞാനാട്ടാ കൊണ്ട, നീയല്ല. മനസ്സിലായി. ചേച്ചിയോടെ വന്നിട്ടുണ്ടല്ലോ. ചേച്ചിയോടെ ചേച്ചിയൊന്നും സീനല്ലാന്ന്. വന്നു ചെക്ക വന്നു ആരൊക്കെയുണ്ട് മന്തെങ്കിലും സീനൊന്നും ചെക്കൻ കിടന്ന് ഓടുകയാണല്ലോ അതിനെ കാണുമ്പോ. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. $395 അയ്യോ അല്ലടാ ആശേ. ഞാൻ അവിടെ 10-20 വെച്ചോളൂ. ചാവല്ലോ മാപ്പിന് കഴിഞ്ഞ എത്ര കില്ലെടുത്ത് കാണാൻ പറ്റോ നോക്കട്ടെ. ഞാൻ അരമണിക്കൂർ ഇതാവട്ടെ. 2 മണിക്കൂറെങ്കിലും ലോഡിംഗ് സ്ക്രീൻ ഇരിക്കാം. അപ്പൊ ഇതുപോലെ എടുത്താൽ മതി. ഇതിന്റെ പരിപാടിയിൽ ഹസ്ക് പെട്ടെന്ന് കഴിയും. എങ്ങനെ എടുക്കാം? ഞാൻ എടുക്കാം. ഞാൻ എത്ര ആയി നോക്കട്ടെ. ഞാനും എന്റെ എത്രയും നോക്കട്ടെ. ആശുപത്രി ഫയർ ട്രക്ക് പൊട്ടിക്കാൻ എന്താ? അത് എന്താ പറയാ, ഓരോ മാപ്പില് ഫയർ ട്രക്ക് മറ്റേ എന്താ പറയാ ഫയർ എഞ്ചിൻ ഉണ്ടാവില്ലേ, അതുണ്ടാവും. 479 എണ്ണം കൊന്നു ഞാൻ. 479 479. ഇനി എനിക്ക് വെറും തുച്ഛമായ വില്ലുകൾ മാത്രം. ഞാൻ ഒന്ന് മൂത്രിച്ചിട്ട് ആശുപത്രി ചെല്ലുമ്പോഴത്തേക്കും ആവത്തില്ല. സേതുവല്ല ഭയങ്കര ലോഡിങ് ഇതാ ഇഷ്യൂ. ലോഡിങ് വായിച്ചു ബാക്കി എല്ലാം അടിപൊളിയാ. ഒരു കളി കഴിഞ്ഞാൽ 5 മിനിറ്റോളം ലോഡിങ് സ്ക്രീൻ ഇരിക്കും. ഇതെന്തോ വാട്ടർ ടാങ്കിൽ നിന്നിട്ട് ഇത് പോണോ, വെള്ളച്ചാട്ടം പോണോ സൗണ്ട് കേൾക്കണ്. ആശു മൂത്രയൊക്കെ തന്നെ പോയത്. മറ്റേ പൈപ്പിന് വാഴ തുറന്നിടാനാ.
അടുത്തേക്ക് പോലെ വീണ്ടും ഞാൻ വന്നിട്ടില്ല. വന്നില്ലേ? ആശ ഞാൻ പറഞ്ഞ ആശിനോട് ആശ മുത്തിരിച്ചെന്നാലും ഞാൻ വരത്തില്ല എന്ന്. ആ വന്നു 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 വന്നു. ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടു. ആ വന്നു വന്നു. ഞാൻ പറയില്ല സൗണ്ട് കേട്ടോ. നിന്റെ റെഡി ആയി കഴിഞ്ഞാൽ നീ പറ. 26,000 ഏതാണ് ഒരുത്തൻ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ വീഡിയോ ഇടുന്നത്? ആരണേ ഏതാണ് ഈ വെട്ടവിളിയാണ്? നല്ല പ്ലേ സേവ് ദ വേൾഡോ? 400 സബ്ബോ? 83 ആഴ്ച ഞാൻ കൊന്നേ. ആജ് വിഷയം കണ്ട വെച്ചിട്ട് പോണേ. ഞാൻ എന്തിനാണ് ഞാൻ നിനക്ക് അത് തരാം. വിഷയം ചോദിക്കല്ലേ പിസ്റ്റൾ വെച്ചിട്ട് അന്നെനിക്ക് പിസ്റ്റൾ വെച്ചാണല്ലേ. പിസ്റ്റൾ വേണമെങ്കിൽ ഞാൻ നിനക്ക് ക്രാഫ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ നോക്കട്ടെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് മറ്റേ മിസ്സിലുണ്ടോ പിസ്റ്റള്? അല്ല ഇക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഭാഷ. പിസ്റ്റള് പിസ്റ്റള് പിസ്റ്റൾ പിസ്റ്റൾ ലോ പവർ ലെവലാ. അത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ 2-3 വെടിയണം ചാവണെങ്കിൽ. ഇതൊറ്റ വെടി ചാവും. അതിനകത്തുള്ളത് ആശ വീഡിയോ കണ്ടിരുന്നാ മതി. ഞാൻ എന്താ കഴിഞ്ഞാൽ ഞാൻ നിർത്തും. അപ്പൊ ആശിന് എത്രയില്ലേ? എനിക്ക് ക്വസ്റ്റ് ലോഗ് ഡെയിലി ക്വസ്റ്റ് എനിക്കിനി 479, 89, 99, 21 ഉണ്ടെങ്കിൽ കൂടെ. ആശ അപ്പൊ കുറച്ച് കില്ലെടുത്താ മതി. തകർക്കൊന്നും വേണ്ട. മൈ സ്റ്റോം ഷീൽഡ് അസിസ്റ്റ്. ആശ ലെജൻഡ്സ് ലാൻഡ് ഇറങ്ങണ്ട നമുക്ക്. ഐഡിയ ചെയ്താലോ? എന്താണ് ലെജൻഡ്സ് ലാൻഡിൽ പോന്നോ? അതിന്റെ ശേഷം നമുക്ക് ചെയ്തല്ലോ നമുക്ക്. ആ സേവ് വേൾഡ് പിന്നെയും ചെയ്യാം നമുക്ക്. ഓക്കെ ഞാൻ ചെയ്തല്ലോ തന്നെയാണ്. 3 രൂപ വെച്ചിട്ടുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലീവ് പാർട്ടിയാണ് കൊടുത്തത്. ഞാൻ ലീവ് സേർച്ച് കൊടുത്ത് പക്ഷേ ലീവ് പാർട്ടി കൊടുത്തു. അജയ് ലെജൻഡ്സ് ലാൻഡിംഗ് ആശേ. ലെജൻഡ്സ് ലാൻഡിംഗ് അല്ലേ? ആ പക സമയം നോക്കിയേക്കാം. നമ്മള് കേറിയ സ്ക്രീനിന്റെ ഫ്രഞ്ച് എത്തണം. ഇത് ലെജൻഡ്സ് ലാൻഡിംഗ് ആണത്. അല്ലേ? ഇതാണോ? നോക്കി നോക്ക്. മാപ്പിന്റെ ഫോട്ടോ ഒക്കെ മാറി കിടക്കുന്നത്. ലെജൻഡ്സ് ലാൻഡിംഗ് ഒരു മിനിറ്റ് ഒന്ന് മാറ്റി നോക്കട്ടെ. ലെജൻഡ്സ് ലാൻഡിംഗ് FNCS മേജർ 2. ഓക്കെ സെറ്റ്. അതാ കണ്ടിട്ടേ ഞാൻ പറഞ്ഞേനെ. കണ്ടേനെ എങ്ങാനും നമ്മള് കയറുന്ന മാപ്പിൽ അവനുണ്ടെങ്കിൽ അവനെ ഞാൻ നമുക്ക് ആശ അവിടെ ചേരിട്ട് നമുക്ക് ഇരിക്കാം. നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങോട്ട് കിട്ടും. അത് സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കണം ആശ. 1/2 മണിക്കൂർ സ്ക്രീനിന്റെ അവിടെ ഞാൻ സമയം നോക്കാശേ. അവിടെ 10:15 നമുക്ക് ഇറങ്ങേണ്ടി വരും. 11:15 നമുക്ക് ഇറങ്ങേണ്ടി വരും. നമുക്ക് അറിയത്തില്ല ആശ. ഞാൻ എപ്പോഴാ ഓർമ്മ നോക്ക്. വീട്ടിൽ ഉമ്മയുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ പിന്നെ പ്രകോപിപ്പിക്കണ്ട. ചെക്കൻ കടന്ന് കാറും. ഓക്കെ ശരി ദിനോസർ സാർ. ടൂറാൻ പോയിക്കണെന്നാ എന്തിട്ട് പറയണേ? എന്തിനാടേക്ക് മാപ്പിൽ ഓടാവണം. ഓ എന്താ ഇത്? എത്ര പേരെ മാപ്പില് സെറ്റോ ആശയത് പുതിയ ഭാഷ ഇപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് വേണ്ടി തുടങ്ങിയ മാപ്പാശ അത്. അയ്യാ അതിനെ കൊന്തി കാരണോ? കളിയൊന്നും ഇല്ലല്ലോ ഇവിടെ.
What's up? ആ സ്ക്രീനും ചാട് വന്നിട്ട് ഇതെല്ലാം ഞാനെങ്ങനെയുണ്ട് ഞാൻ അവിടെ പപ്പണം കഴിച്ചിരിക്കണ്ട അത് കളിയെല്ലാം കാണണ്ട അശ്വിനി എനിക്ക് കണ്ട് സംസാരിക്കണ്ടവര് എനിക്കൊന്നും കാണുന്നില്ല ബ്ലാക്ക് സ്ക്രീന് ആ വന്നു 10:45 11:15 പറയാം നമുക്ക് ഓ കലണ്ട് കറക്റ്റ് ടൈം ആശേ കറക്റ്റ് ടൈമിനാശം നമ്മൾ ഇറങ്ങിയത് ഞാൻ കാണാറുള്ള ഓഫീസിലുള്ളപ്പോ ആരോ ദിനോസറിന്റെ കുണ്ടി കെടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലല്ലോ ക്ലിയർ ക്വാളിറ്റി പോരാ ക്വാളിറ്റി പോരാ ഫോട്ടോ വീഡിയോ ക്വാളിറ്റി പോരാ ഞാൻ ഫോണിന്റെ ക്വാളിറ്റി പറഞ്ഞു കുറച്ചുകൂടി മൈക്ക് അടുത്തേക്ക് ഫൈനലത് ഞാൻ പറയുന്നത് ഇവൻ തോക്കും ഇപ്പൊ കാണിക്കുന്നവൻ തോക്കും ടൂസ് തോക്കും സുഖമാണ് മകനെ ഡോസാണ് ഞാൻ ഓഫീസിലുള്ളപ്പോ കാണാറില്ലാടാ ഞാൻ കാണാറില്ല Understandably, the stakes are so high, right? Of course, we know players are playing for big amounts of prizes, the acts of champions. But if you finish in that top 5 after day 2, you secure a spot to the global championships, and that's where everybody in this lobby really wants to be. Now, last season it was the top 2 stakes, even tighter with the top 5 being. Thomas HD. 15 people who are there in game 11 still have a chance to have huge stakes attached to their name. We'll come right back to that in a second because. Looks like Thomas and Malabuka do not want to go to disengage. Rather looking for angles and fights. Uncharacteristic misses from Thomas on the right side. What a nice angle, though. Shield bubble makes it that Malabuka has to be forced into the 2v1, but has a high ground position. They kind of have control over this all around. So I don't think Future can have match for the moment. ഇത് നമ്മൾ ഇരുന്ന് കാണാൻ കളി കഴിയുന്നവരെ അല്ല കളി കഴിയണല്ലോ 11:30 വരെയോ അപ്പൊ 22 അത്ര നേരം ഇരിക്കണോ half hour yes you have to spend half hour in the എന്താ game കിട്ടാൻ പോന്നെ നല്ലതാ ആയിരിക്കും നല്ലതായിരിക്കും ഫാൻസീസിന്റെ അല്ലേ ഓൾറെഡി കുറെ കളക്ഷൻസ് ഉണ്ട് ഫാൻസീസിന്റെ ബാക്ക്ലിങ് ഇതേപോലത്തെ പിച്ച് ഡ്രോപ്പ് ചെയ്തു ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു കളക്ഷൻ ആയിരിക്കും looking for a few pot shots but they're just on rotation. This fight is ഇത് മറ്റേ ക്രിയേറ്റീവ് കളിക്കുന്നവരുണ്ട് ഞാൻ ക്രിയേറ്റീവ് കളിക്കുന്ന തീറ്റകളാ വരിക ഫാൻസീസ് ഫൈനലിലാണ് ക്രിയേറ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യണം അല്ല അതേപോലെ ഉണ്ട് ഒരടിയൊക്കെ കണ്ടിട്ട് നീ ക്രിയേറ്റീവില് കളിക്കുമ്പോ നല്ല നല്ല ലെജൻഡറി വെപ്പൺസ് വെച്ചിട്ടല്ലേ ഇതിലൊക്കെ കണ്ടല്ലോട്ട് ഗ്രീന് മറ്റേ ഇപ്പൊ ചത്ത ആളുടെ കൂടെ ഒരു SMGയും ഷോട്ട് ഗണ്ണും മാത്രമേ ഉള്ളൂ ഇത് ലാൻഡ് ചെയ്ത ടൈമിലത്തെ ഫൈറ്റ് ആണിത് ജസ്റ്റ് ലാൻഡഡ് ആണ് 1-2 minutes ആയിട്ടോ മാക്സ് എന്താ മോനെ ലൂട്ട് കണ്ട ഗ്രീൻ ആണല്ലോ പറടാ ഒരുത്തനോടെ FNCS ഫൈനലിനെ ക്രിയേറ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യാ എടാ മാച്ച് എടുക്കാൻ പോലും ടൈം ആയിട്ടില്ല ലാൻഡ് ചെയ്തിട്ട് 2-3 minutes അല്ലേ ഉള്ളൂ 2-3 minutes എത്ര മാച്ച് കിട്ടും നിനക്ക് റീപ്ലേ പ്രോസാണ് പ്രോസ്
ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയർ മതി നമ്മുടെ ടീമിൽ ഫുള്ള് വിക്ടറി അടിച്ചോണ്ടിരിക്കും. ഞാനുള്ളപ്പോ Kenjutsu crossing already have one team down. How did that start? Because from what we saw, നമ്മക്ക് ആ എനിമിനെ കാണാം, പക്ഷെ ഇവര് കാണാനാവൂലോ. ഓ പോയി ചെറിയോ ചറി എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റൂ? എന്നെ കാണുന്നുണ്ടോ? ചെറുതായിട്ട് നീ മിനീസിന് അടിക്കട പോണു. ഞാൻ സ്പ്ലാഷ് എടുത്തിട്ട് വരാം. അടുത്തിട്ട് ഓ അടി ആ ചത്ത് ഞാനാ പറയാ. ആ പറയാ കിട്ടാണ്ടോ അവന്റെ പ്ലെയർ ഡൗൺ, അവന്റെ ടീമേറ്റ് ഡൗൺ. തലയുടെ ഞാൻ എടുക്കാൻ പോവാണ്. അവനിക്ക് തേർഡ് പാർട്ടി ഇട്ടാണ്. സ്കിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരും ഇല്ല. സ്പോർട്ടിലുണ്ടെന്ന് തോന്നുന്നു ഓസ്ട്രേലിയൻ പ്ലെയർ. അതിത് ഓരോരു സെർവർ അല്ലേ? ഇത് ഇതിന്റെ അന്യായാണോ? മിഡിൽ ഈസ്റ്റ് ആയിരിക്കും. യൂറോപ്പ്. അപ്പൊ അങ്ങനെയാണ് കുറെ വേണ്ടിയാണല്ലോ. ഇതെന്താണ് കൊന്ന് ക്ലാരിറ്റി നിങ്ങൾ ക്ലാരിറ്റിന്റെ സ്റ്റോമില അതുകൊണ്ട് ക്ലാരിറ്റി സ്റ്റോറാണ്. ഈ എലിമിനേഷൻ 4 പോയിന്റ്. 5th പ്ലേസ് ആകുമ്പോ 44, 12th പ്ലേസ് ആകുമ്പോ 28 പോയിന്റ് ഒക്കെ. 16 പ്ലേസ് 20 നല്ല പോയിന്റ് ഉണ്ടല്ലോ. പക്ഷെ അവിടെ ഒരു ക്ലിയറും ഇല്ല. ഞാൻ ഇങ്ങോട്ട് അവിടെ നിന്ന് മാറാൻ പാടില്ല. എന്താ ഇവിടെ തന്നെ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. വേറെ ചെറിയ സ്ക്രീൻ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. നമ്മളെങ്ങാണ്ടിക്കണോ ഫുൾ ടൈം? അരമണിക്കൂറോളോ നല്ല കാൽക്കുലേറ്റ് ഉള്ളത്. നമ്മളിവിടെ ഈ മാപ്പിലുണ്ടായ പോരാ. അല്ലല്ല, ഞാൻ അങ്ങനെ മാപ്പിൽ നിന്നായിരുന്നു, എന്നിട്ട് കിട്ടിയില്ല. ഇതൊരു വലിയ ഊളപ്പരിപാടിയല്ലേ. ട്വിച്ച് ഡ്രോപ്പ് ആയിരുന്നു കറക്റ്റ് ആയിട്ട് അറിയായിരുന്നു നമ്മൾ എത്ര നേരമായി എന്നുള്ളത്. സത്യം എന്ത് എളുപ്പമായിരുന്നു. അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് പോവായിരുന്നു. ഇതൊരുമാതിരി മനസ്സിലാവുമല്ലോ ടൈം എത്രയായി. അടുത്ത സീസൺ ആകുമ്പോ വരും, മറ്റേ സാധനം വരും. എങ്ങനെ വരും, എത്ര മിനിറ്റ് ആയിരുന്നുള്ളതിന്റെ. അത് മാത്രം പോരടാ. ഇതൊരുമാതിരി ഗെയിമില് കയറണ്ട. അതിനെക്കാളും നല്ലത് ഗെയിം കളിക്കാൻ പറ്റുന്നവർക്കാണ് പിച്ചും യൂട്യൂബിലും ഡ്രോപ്പ് വെച്ചിട്ട് ചെയ്യാറ്. യൂട്യൂബിലെ ഡ്രോപ്പ് എങ്ങനെയാ? യൂട്യൂബ് വെറുതെ കണ്ടാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോപ്പ് ആവും. നമ്മളെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമല്ലോ യൂട്യൂബില്. ഫോട്ടോ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ വിളിക്കണേ, ഞാൻ ഉറങ്ങാൻ പോണേ. ഞാൻ വിളിക്കുന്നില്ല. കളി ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഇത് ലീവ് ചെയ്തിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം. കളി എഡിറ്റിംഗ് ഉണ്ടാ? എടാ ഇന്നലെ കളിക്കാൻ വന്നവനല്ലേ വിശാന്ത് പറഞ്ഞത്. ആളെന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു കേട്ടോ. ആള് പറയാ ഇന്നലെ
ഇന്നലെ ആൾക്ക് ആദ്യമായിട്ട് വിക്ടറി കിട്ടണ ഈ സീസൺ. അയ്യോ ഞങ്ങൾക്ക് ഞാൻ ഊമ്പായിരിക്കാന്നല്ലോ അവിടെ. ഞാൻ റിവൈവ് ചെയ്ത അവസാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഗെയിം ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാവരും സിമ്പിൾ ആയിട്ട് കളിച്ചു. സിമ്പിൾ കളിച്ചേച്ചി. അപ്പോഴോ ആശൊന്നും അവിടെ ഇതായി പൊങ്ങിപ്പോയത്. ആശിട്ടപ്പോ കളിച്ചപ്പോ കളി വെച്ചതൊക്കെ പറഞ്ഞപ്പോ ഇല്ല, ആളെ ഞാൻ പണ്ടേ കളിക്കുമ്പോ ആളെ ഇൻവൈറ്റ് ചെയ്ത ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഡ്യൂസ് കളിക്കാന്ന് പറയും. കളിക്കാന്ന് പറഞ്ഞിട്ട് ആളുടെ മിഷൻ ചെയ്യാൻ പോകും ചലഞ്ചസ്. മാപ്പോ കാശേ ആ ഫ്രണ്ട്സിലൊന്നും ആരുമില്ല. ഏറ്റവും അവസാനം നോക്കിയോ ഫൈനൽ സർക്കിൾ മൂവിങ് സോൺ ആകുമ്പോഴും 10-40 പേരുണ്ടാവും ആ സോണില്. അതാണ് പക്ഷേ ഇവര് ബിൽഡ് അങ്ങോട്ട് കേറും. ഇത് 500 മാച്ചാണോ അതോ സാധാ ഗെയിം പോലെ? 500 മാച്ച്. എന്നിട്ട് ഇങ്ങനെ ചലഞ്ചസ് ചെയ്യാൻ പോകും. എന്നിട്ട് ഞാൻ ചത്ത് കഴിയുമ്പോ റിവൈവ് ചെയ്യാനും പറ്റില്ല. കളി നോക്കും. അതൊരു ദേഷ്യം. മൈക്കില്ലാത്തതെന്താന്ന് അറിയില്ല. ആൾക്ക് മൈക്ക് ഉണ്ടാവേണ്ടതാണ്. ചിലപ്പോ കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പരിചയമില്ലാത്ത കാരണം നാണം കൊണ്ടായിരിക്കും. വേണ്ട അച്ഛനെ ഇഷ്ടപ്പെട്ടാണ് അച്ഛനെ പേട്ടായി കഫിന്നല്ലേ. ചാരായം ആദ്യം കേട്ടോ ഹായ്ന്ന് പറഞ്ഞു, ഇപ്പൊ പറയണ ഫക്മാനാ. ഞാൻ ബിരിയാണി ചൂടായി തരാൻ പറഞ്ഞിട്ടേന് കഴിക്കാന്. ഓ ഇതോക്കടാ 400 വുഡ്, 400 ബ്രിക്ക്, 400 ഇത്. പൊന്നോ എന്ത് എന്തിന് ഞാൻ എന്ത് കോമഡി പറഞ്ഞേനി? ഞാൻ എന്ത് കോമഡി പറഞ്ഞേ? ആശേ ഉണ്ടല്ലടാ ആശേ വെക്കൽ ലൈവ്. ആശേ ലൈവാ അതിനിപ്പെന്താ വൃത്തിയുടെ സാധനം കേക്കോ? ഓ ആശ ക്ലിയർ ഓടി. അതത്ര പെട്ടെന്നാവാ ബിൽഡ് ചെയ്തണ്ട്. എഡിറ്റിംഗ് ആണ് ഇവര്. എഡിറ്റിംഗ് നോക്കടാ. എഡിറ്റിംഗ് അല്ലടാ, അവൻ ബിൽഡ് ചെയ്തണ്ടല്ലേ ഇപ്പൊ. ഇവര് പ്രോസാണ്. ഇതിൽ നിന്ന് എന്താ പറയാ $10,000 $20,000 ഒക്കെ ഫോർട്ട്നൈറ്റിൽ മാത്രം ഉണ്ടാക്കിയുള്ളവന്മാരെ പോലൊക്കെ. അല്ലാതെ നമ്മളെ പോലെ ഫണ്ടിന് കളിക്കുന്നവരല്ല. ഇതൊക്കെ ഇവരുടെ ജോലി ഭാഗമാണ്. പിന്നെ നിങ്ങൾ കൊണ്ട് ഫണ്ണായിട്ട് കളിക്കുന്നു. ചേട്ടന്റെ ഏണിങ്സ് എത്ര? അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കൊണ്ട് ഏണിങ്സ് ഒക്കെ കുറവാണ്. അതല്ലേ അല്ലെങ്കിൽ അത് കളിക്കാതിരിക്കും കൊടുക്കും എല്ലാരും കളിക്കാന്ന് പോവും. ആശ മറ്റേത് പോർട്ട് മാനുവൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വർഷം 2 ആവും. സ്റ്റാർട്ടിങ്ങിൽ കളിക്കായിരുന്നടാ. സ്റ്റാർട്ടിങ്ങിൽ കളിക്കുമ്പോ ഒരു വട്ടം എനിക്ക് ഉണ്ടായിട്ട് ഞാനിതേപോലെ ലാസ്റ്റ് മാനാ ഡ്യൂസ് ആണ് കളിച്ചിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് നിക്ക, ഞാനിങ്ങനെ വിളിച്ചുമ്പോ അത് നിക്ക. എനിമി എന്നെ കണ്ടു വന്നു, താജ്മഹൽ പണിത് എന്നെ അതിൽ അടക്കിട്ട് പോയി. ഒന്നും മനസ്സിലായില്ല എനിക്ക്, പെട്ടെന്ന് ഇരുന്നല്ലോ. ഇതെങ്ങനെയാണ് വിമാനുണ്ടാക്കി ഫോർട്ട് എങ്ങനെയാണോ? അതാ രണ്ട് സെറ്റ് വെച്ചിട്ട് ഹൈറ്റ് ഉണ്ടായി. അവന്റെ മൊത്തം ടെൻഷൻ നോക്കാച്ചേ.
partner doing damage and being നന്നാക്കണം. above a threshold. You can see it on the right side. If you don't do enough and you're below that കോഫി ആശയ allows every team in this lobby to have a purpose as they're moving around, try to fight. Thing is though, it's hard to get that damage. So many people like to cover their tracks, stay protected. And a lot of people struggle in the grand finals. Especially in the grand finals, right? Because people so much safer. Yeah. Right? Where in some stages, some lobbies teams maybe will run out and try and be a bit greedy about not using builds. In grand finals, people will make sure they block every single one at all times. അങ്ങ് തരൂ, അങ്ങ് തരൂ. സ്റ്റെക്കായ സ്ക്രീൻ സ്റ്റെക്കായ ഇല്ല. He's in the business getting finishes. That Schmeck സ്ക്രീൻ സ്റ്റെക്കായ is knocked down again. Pixie and Della for them also. സോണി പൊട്ടി ചാവാ സോണി പൊട്ടി ചാവണം. This season, I believe it was അനങ്ങല്ല, അനങ്ങല്ല, അനങ്ങല്ല. ഞാൻ വെറുതെ വെച്ചോ. so close to having that global championship as well. I mean, walked away with $60,000, but യൂട്യൂബർ ഉണ്ടല്ലോ. this season they're ready to upgrade. Stay മാർവൽ സ്റ്റാർലോഡ്. and cement themselves. Duel up മാർവൽ സ്റ്റാർ വാറോ എന്ത്? പട്ടി അനങ്ങല്ല, 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 അനങ്ങല്ല. എനിക്ക് റിവാർഡ് കിട്ടും. And I definitely would love to see that, right? Where, maybe after such a top performance, burst onto the scene last major. ആശയ റിയോട്ട് ബ്രോ ബ്രോ ഹൈ വിളിക്കുന്ന റിയോട്ട് നല്ലതായടാ. ഓ എടാ ആശയ രണ്ട് സൈഡ് മറ്റേ പൾസ് ആ മുഞ്ചി 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 ഇല്ലടാ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ഇവരൊക്കെ പ്രോസാണ്, മൂഞ്ചൊന്നുമില്ല അങ്ങനെ. മുഞ്ചി മുഞ്ചി നമ്മളൊക്കെയാണ് മൂഞ്ചവന്മാരൊക്കെ പ്രോ അല്ലടാ. എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കും. അവന് എവിടുന്നൊക്കെയാണ് അവനക്ക് അടി വരുന്നത്? കൊണ്ടോ കൊണ്ടോക്കോ, ഇവിടുന്ന് കാണാൻ പറ്റൂല. ആള് കൊണ്ടോക്കോ. ആള് ഇവിടെ സൗണ്ട് കുറച്ചൊന്നും കേക്കത്തില്ല. ഞാൻ ആള് കൊണ്ടോക്കോ, ആള് കൊണ്ടോക്കോ. അത് ഒറ്റ കയറ്റി ഞാൻ കൊടുത്തരാണ്ട്. ഞാൻ എന്റെ ചോറ് എടുക്കാൻ വരില്ല, അതുകൊണ്ട് കൊടുത്തരാം. അല്ല ഞാൻ ചോറ് എടുത്തരാ. ആശ ഞാൻ ചോറ് വെച്ചതിന് ശേഷം വരാം. ആശേ ചോറ് വെച്ചതിന് ശേഷം വരാം. ചോറ് കഴിച്ചിട്ട് വരാം. 11 കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ഇറങ്ങും. 11 11 ഞാൻ കറക്റ്റ് ഇറങ്ങും. 11 20 ആശ ഇറങ്ങിക്കോ, ഞാൻ നിനക്ക് ഇതായിക്കോളാം. ഓക്കെ ഓക്കെ. Bottom side from the left on Steamy Springs is where all the duels are. How he got here and is unscathed and has damage, it's so impressive. The problem is he hasn't got materials. Yeah. Materials looking really, really bad for him, and so he's going to have to look to try and farm up somewhere. But realistically, the best option for them is to just try and get a refresh of some sort. Take a fight with somebody, hope they don't have to commit too much in it, and hope the team they have a fight with is in a much stronger position than they are. It's the first time watching since last major as well. You might notice on the bottom right, it's 6 out of 12 zones. By now, the zones would have been already moving. It'd be super jam-packed action left to right. Now, kind of zone 9 is where that action starts to begin. So for 7, it's kind of our first half and half. A little bit bigger for the teams to fit in. It makes it harder though for all the players. You have to keep using more and more mats for every single rotation. Like 3 more zones basically. ഇത് നിർത്തുവോ? ഇത് കഴിഞ്ഞിട്ട് നിർത്തുവന്നോ? കണ്ടു കണ്ടു കളിക്കും. ആ ഓക്കെ. ഞാൻ മൈക്ക് നോക്കണേ. നീ ഇത് തന്നെയല്ലേ ഞാൻ വിളിക്കണ്ടല്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. ഒന്ന് റിഹാനെ വിളിച്ചാൽ മതി. ആലോചിക്കാം. Find that right time, and he might have just found it by dropping down one box there. Should be good, but I'm not sure if they have splashes to get fast heals back up. Put aside drops down. They have a little bit of time to mini up before they move. You heard them, and so decided, yeah, I'd rather just play this game out as a solo than trying to go for the revive from these. You're gonna have to watch from the back. Every duo then moves. This is where probably when Bevies have the best type of action. Unscathed rotation on this part, but if anyone does show themselves even for a second, you can expect to punish.
being held by Sadi and Kemi. Feels like that duo hasn't moved since the game started. And now the game's coming to them. That's exactly what you want. Right, we talked about being able to preserve materials. If you ain't got to move, how much materials are you really going to spend? And this is such a classic Seti Kemi position. You have someone really loud right on top of your build. Usually sometimes Thomas HD in past seasons who love to just take shots with their boxes open. You can control everything happening on the lower end of the spectrum. All the pressure absorbed by the sky. It's huge. Vanya next to that box as well. Queasy Vino don't look really to be interrupted on the rotation. This is exactly where they want to be. Yeah, this is an example of a team in a really, really nice spot. Surges well above the threshold. They have priority to get to that next zone as well. They have really, really good loot. They have those kinetic blades like we know, and the materials are still decent, I'm sure, especially on Vino as well. And what a free zone pull for them, just kind of walking right on a field. Have the mountain behind you. Opposite situation for Savage and Vidil, who for Surge are looking kind of fine-ish, but other than that, they've got nothing in the tank. This is not where you want to be. And this is what I was hitting on towards the start of the game, right? This is a team that's been so strong this season, especially when they've been able to make it to endgame together. But will they have the Surge strategies to consistently make it to endgames stacked and well above on Surge? So far here in game one, proving not to be the case. They're gonna have to pick things up moving forward. But even in this game, they still have to make something out of it. You see Hydro and Frostroki positioned right now above Vidil, and Savage is looking over towards it, but he doesn't really have much to really help. I mean, the difference in health for Vidil, they're just gonna have to go for pot shots when the connected blades fly, but no chance there. And it's so depressing because that's such a beautiful rotation for the duo. They can't capitalize on it at all. Frostroki finally building in, and the rest of the lobby catches up. No one really going down on this rotation, but curious to see who leads the lobby. Frostroki and Hydra, they might find themselves in a bit of a box fight right now themselves. A nice shot snuck through some of the edits there. And actually going to pick one up. Will they be able to get the body though? There's other eyes on it, but they will build for it, commit the mats, and get in and out. That's really nice from Frostroki and Hydra. A little bit of chip damage on Hydra, but absolutely perfect. Seti picks up one as people start to move. It's Murtas and Tayson, who, in terms of saying, nah, not confident, they're looking pretty good sky high right now. Right now, above the rest of the lobby, first move and pulling towards that north side. And as we move further, start to fall, but these guys in the prime position to pick things up. Height kind of different now. A lot of players can blade stall and just look all the way towards the skies. Try and still height. You have to a little bit overbuild and just play so many layers above second height. That's what Tayson's looking to try to do. Patiently waiting, looking forward to rotate through. I wonder if they'll look for a shot here as well. Oh my God. But there were other players doing it as well, right above them. Not able to maybe get too much damage, but that's fine. They ain't well down on Surge. They're looking good. They can start to blade some zone. That's gonna help already in that sort of position where they can sit back now and hold team. Hot off the press on the bottom of the map right now. Restaurant Hellfire making the most of every single position that they're in. Now they're just taking it all the way towards the clouds. Restaurant could have even taken height if he wanted to, but the mats, you got to make sure they're conserved. We still got 3 more zones to go. Up top, Jason, we're stacked. They're locking it in. They want to go for it. Kemi and Seti right below him. What do we have in tow? Just a few red eyes to make this work, but in the hands of Tayson, you may as well just give him a laser. Problem is, the builds are starting to dwindle, and so it's going to be up to Mustache to really get fraggy, activate his peak form, and start to deliver some mats to his IGL that leads the way. Reason and Janice way below, and Reason has that same job, right, where he's now looking for opportunities to pick players up in the back of the zone. Patience from all sides, those including back to refs guard all the way on low ground. Vanyak also falls. Everyone who was blade stalling finally finds her home. We're getting into the depths of Mega City, and this is where every angle doesn't look too pretty. Ps4 finds a few shots on some unsuspecting foes. He's looking to level up still and has control of the walls around him. Reason desperate now for the next shot. They know they're low on Surge. They haven't really found much just yet. A few options, left, right, up, or down. The code says go forward, and they do. What a beautiful rotation. Really nicely done, but more so than the rotation, it's about finding the refresh. You see, desperately looking around for opportunities because their materials aren't going to cut it for much longer. We're going deep through Mega City. It's somewhere they're familiar with, but they're going to have to really hope the zone pulls in their favor now. Real estate shared by 2 players on different teams in every single box. Vino gets dropped down. No stranger to the pressure, though. Almost misses the shot. Resguard with the trap. Also doesn't get sprung. Misfires on all sides as another shot misses as well. The opportunity is dwindling for the duo here. One more on the walls in front of them. Asking for more. 4 elips for the duo. On all sides, nothing knocking on the walls. Vino has a chance to go straight sky high. Denying his demise. Just for a few moments longer. Seti and Kami
in their home habitat. That low ground, no builds though. Pressure's on. And it's all or nothing. They need to jump into this box. They need to hit these shots, but he can't do it right now. Hello. He falls. Cammy's playing the med miss, but he gets chased down. Luce Steno up in the business. They're the new boys. Controlling home. Grab the above him, but it seems that there's no one else on low. This is theirs for free, but there will be players that start to drop down. It's the likes of Strokey and Hydro. These guys who aren't maybe too strong in health that need to take fights, and that might be the perfect opportunity for Lucian and Steno. These guys forced upwards now. Strokey falls. The chase is just too good from Lucy. Him and Steno look strong on this low ground. We'll still have a lot of teams to go through with. Splitting loot, looking at the match. Tayson's still alive with Verstash all the way up high. Another stall towards the sky, and he drops down straight onto Vino's box, who's still looking to make this a glorious solo clutch. With that duo above you, my friend, it might not be possible. Cheeky now, up on the bottom, looking to see what he can do next. Up top, the wraparound is not going to be possible. Journey sees it coming now. It's Tayson and Verstash, their game to win a 2v1. A 2v1 against Journey. Patiently waiting. He's going to start to run out of materials. He's already out of materials. And so it's just a matter of time until they figure out, drop down, connect with the shots, and Tayson and Mustache, the reigning FNCS champions, pick up game 1. It's a parade in Tayson City, yeah, and that's what we like to see off game 1. Big control off the top rope, confirming even with less mats the high ground and turning it into a win. Do you know what that confirmed for me, Shio? It confirms to me Tayson is the biggest liar in all of Fortnite. How can you say you're coming into there not too confident, not thinking you can win, and play like that? Even without materials, they were able to hold on to height and win the game. Easily done. Laissez-faire, let the lobby run and then just end up winning the game. That was just Tayson and Verstash in absolute true form. Not many eliminations in that one, but making it look easy. To think that this isn't even their final form, they can get even better in these games. It's a scary sight for anybody else. That's a statement game with a lot of facts. I mean, so much fun to watch EU start things off. Adam, what else have we got, and what did we miss this game? Well, you covered so much there, lads. I mean, we had a great start there. Tayson and Mustache, we talked up the show, and they again, the first game here at Grand Finals, get a victory. Only one elimination, but still, they're right up there. They stayed together, as you guys said, the entire way, and they backed each other, and they made it through a great amount of points put on the board after game 1. I mean, Tayson didn't go for dinner in game 1 this week, and that's a good thing. Because what a game from them. They came out strong. I think a few people might have had questions about them going into today. Can they keep up the form that they had from last season? If you watch any of their games going into this, you know they're looking strong, and they just proved it yet again. Look, they have the Axe of Champions in their arsenal, and they don't want to let go of it, okay? They say, that's mine, nobody else is taking it. You can see how they maintain that high ground, staying up with the kinetic blade, and I actually think Vino was the player under them, so not an easy competition, but really played by the books up top. And they took it at a perfect time as well. It was that 9-zone transition, they actually took it, and it was absolutely perfect. They still had so many materials going into it, even expending almost all of their assault rifle ammo to apply pressure down. They still were able to keep on top, and of course, a 2v1 at the end. You can't lose those. You can't. I mean, you said it earlier on as well, like, they just managed to have this cohesiveness that is so rare to find. They always manage to get there. I mean, this is no easy feat. Getting into this position, the first victory royale in any FNCS Grand Finals is incredibly difficult, but again they just continue to do it again, time and time again. Other duos as well must focus on. Cammy and Seti, we talked about on top of the show as well. Cammy and Seti making sure didn't go exactly in their favor there as well, but managed to get a lot of points on the board coming to the end game with a few eliminations as well. Right, I believe they ended around 11th place, Mini 10th, 11th, so they got to the late game, they were both up, but they missed out on some of those crucial points in the late game. You can see here, Seti had 1 elimination, Cammy 0. But, I mean, ultimately, it's about consistency. 12 matches to be played out. It's about refreshes. We can see Seti farming a tree in one of the finals. You know you haven't quite worked out the materials well enough when you're farming a tree at that stage of the game. They had Storm Surge worked out. Of course, we saw it earlier on. They were doing good, but, of course, when it means the standings, it's looking so far. Absolutely. I mean, it started very, very well. You can see here, Bose and Jurdy currently on 84 points after the first game with 7 eliminations. We can see as well here in 8th position, Blackov and Mixon as well with 7. However, it's those standings was the 56 points. They came out incredibly well there to Carter and put themselves in a great position after game 1. Yeah, I mean, that's what we talked about earlier. Eliminations are 4 points per elim, so it's a little bit more elim heavy, which is why even though Mustache and Tayson did get the victory royale, they only had 2 elims to finish it off, so the number
one duo was the one that got 7 eliminations. Yeah, that's all that matters when it comes to these endgames. How much can you frag out? How much can you pick up eliminations? One duo that was not a duo going to that endgame, Queasy and Veno. What a performance from Veno. Unreal. Queasy went down very early on in that endgame. Veno just did what Veno does, and all season he's been doing that as well. Queasy's been pulling his own weight too, but in this instance, it's all about Veno. Look, talk about solo impact points, Mini. Veno really capitalized on the situation he was put into as his duo partner went down. We saw when Tayson and Merstash were up above. It was Veno who was second height there, popping off, getting Elam after Elam. You can see how he took out Vanyak here right after his duo partner Queasy went down, but he stayed up for as long as he could. Yeah, it was that elimination, it was that refresh took out Vanyak right there, of course, because Vanyak did take out Queasy. This little refresh here too just gave him enough mats to stay afloat. The med miss came into play as well, and Veno just doing what Veno does best. Even all this season, Queasy actually was the the player that had the most solo impact points across all 3 of the weekly qualifiers. So now it's time for Veno to step up to the plate, and we know what Veno's like. He's quite good at solo clutches. He's not, I mean, he's not bad. He's all right. He's okay. I guess he's all right. Let's take a look at again at Boaz and Jurdy as well here, who were really impressed. So as I said, in game number 2, they're in the top tier position right now, top of the leaderboard. 11 games to go, obviously, but again, really solid start to the grand finals here. Fragging out. I mean, look at that. It's 12th zone. They already had, I think it was 2 or 3 eliminations going into that. They still pick up 3 in this later stage of the game. Unbelievable stuff. Jurdy doing such a great job picking up all those eliminations, but of course, it was a little bit too little, too late. But the second place they'll take. Yeah, I mean, we said they, but Jurdy has 6 eliminations himself. I mean, with that legendary loadout, he's got those legendary eliminations. And it was a 1 versus 2 against the previous champions from Major 1. I mean, if you're going to go against the 1 versus 2 Mini, I'd hope it's not going to be against Merstash and Tayson. Yeah, no bills either. No mats on low ground. They couldn't quite pick up the refreshes. But honestly, second place with eliminations to match, I think they got off to an absolute crack. They really did here. Obviously, these are the top 10 players. Let's have a look at the next page as well and see exactly who's 11th through 20th as well, because obviously it's a competition with so many big duos in. We can see some points here. Who jumps off the page here for you, Takata? Who stands out amongst the mix here? I mean, we talked about them earlier. Here we can see Cammy and Seti. They made it to the end game, but they got eliminated at 11th or 12th spot. So they did have 2 eliminations. They got to the late game, and I mean, after game 1, it's not bad, right? At least you're on the second half of the leaderboard, but hopefully they can step it up a bit in the future match. It's not bad, but that zone was almost ideal for them. It was right next door to Frenzy Fields. They had their surge done early, but they couldn't quite get the refreshes at the end. So for me, that's a little bit worrying because, of course, we know how well they play. Last chapter or last season as well, because when the zone is on them, we know how well they can manage those Storm Surge tags. So for them, Storm Surge, not a problem, but if they can keep getting those eliminations, keep getting those refreshes in endgame, they should be able to succeed. Yeah, they really should. We can see Refsguard and Hellfire here, Tus and Putrick. So many duos who kind of really stood out for us as well. Lots of major highlights already, and this is only game number 1 here. I mean, Sagata, game 2, I guess, you know, you have a strat going into this competition. Play out the same way, but you know, the likes that we saw there, I think it was Jurdy with 6 eliminations. That kind of really gives you a lot of kind of like wind in your sails going into this next game, right? Yeah, I mean, it gives you motivation. It's going to be it's a marathon, right? 12 matches, 2 days of competition. So once you have the first game down, you can kind of hope the nerves are maybe a little bit more relaxed, but it really depends the situation if you're in, right? If you're contested on, kind of depends. This is grand finals. Nobody can be relaxed. This is not a relaxing situation right now, especially for Swizzy and Shimoki getting landed on game number 1. A few people might have suspected it, of course, with 2 of the French teams landing on that west side. They thought maybe one of them could veer off towards that Citadel area, so they're going to have a few issues to solve. Maybe try and look at the drop map and try and figure out how to play. Indeed. And you're right, this is grand finals. This is grand finals, what it's all about here. And we're ready to kickstart. Do make sure to put on your seatbelts, strap yourselves in. The battle bus is ready, and it's time for game number 2. Game number 2 of EU, and if it's anything like that first one, I'm not ready. I'm not relaxed. I'm not prepared. I don't know what how can you be? This lobby is so tough for these players playing. And one thing I always emphasize, right, coming into game 2 is game 1, you get a feel for the lobby. Game 2, very similar, right? There will be minor adjustments. Different teams winning their spawn battles will determine how the lobby plays out, right? So much can still change here in games. Yeah, we saw all the mysteries in that first game. You know, random contestations we weren't expecting. Queasy Vino with the home zone we're expecting them to win from to be a little bit absent through. So game 2 will fix all those mistakes and we'll get a proper FNCS EU type of final. You say fix those mistakes, you might have more questions after game 2, right? You sort of never know what to expect out of the grand finals. What you can guarantee though is very, very high level Fortnite being played, and I think the best of the best players on this stage. Absolutely, this one too. Reminder too, it's not just the second game, it's
It's the first day of EU, another day coming up tomorrow, but let's focus on that game number 2 live right now. Where will the zone go? We don't know. Where's Payson? Happy wherever he is, because after that first game, he's just looking hot. Yeah, I'm more concerned about you saying you don't know where the zone's going to go. I think that's a bit of a lie, Shai. We all know you determine where the zones go for grand finals, my friend. You can't fool us. For the last 20 seasons, across 7 or 6 regions, I have controlled it. No, there's no way. Or is there? Deox and Alex. Will they know? Do they know? We'll have to see. Rocky kind of season for these guys overall, but they make it in 2. This is the main fight we're looking at the start of basically every single game. Racetrack, and Toos is ready. Thomas looking kind of steady, but I mean, after that explosion, this is about to be tough. Yeah, we'll see, right? Obviously, game 1, it was Toos and Putrick that came out on top. Will they do a little 2-0? Oh, they're pushing straight up. Putrick with a few misses. That might cost him a lot, but these guys have got nothing. Bare bones. And it's tough. Malappuram and Thomas have shotguns. But Putrick and Toos, they have some shotguns of their own. Putrick running away and they barely let him survive. 1 HP! Firing. Malappuram so low. Toos is low as well. Everybody down to a sliver of HP. 7-10 split. What side did they try to target first? Malappuram sees Putrick coming from the right side. Mr. Bethany's gone. He has to stay secure. Thomas AC with a distraction. No shots hit. Somehow Malappuram forces another miss. And now Putrick at 35. They'll go for trades on the knocks. Not really. Thomas not even going his body, and that might be the blunder as Putrick wins the 1-on-2. Oh man, you've got to think that's the play there, right? Yeah. Thomas has to go for Toos' body there, but he doesn't, and it costs them 2-0. Right now, Toos and Putrick together beating Malappuram and Thomas off spawn so far today. Wow. It's fiery on both sides, though. Like, that is not just a decided win. That was rocky for both teams. And a decision, although from hindsight, we can easily see go for the finish. Thomas hits 1 shot, and he has a pump. Could have gone either which way. Lucy and Steno, I mean, their journey also starts kind of rocky overall. Huge shot from Lucia. I mean, these guys look so strong today. After last game, I think we know that this is going to be a team to watch out for here in day 1. They clearly have a good feel for things, and winning an off-spawn battle like this just gives you bundles and bundles of confidence. You see here, no materials left, but a shotgun in hand. Big damage, 2 massive shots against, you know, no easy players, right? No slouches at all, but making it happen. Tracked their journey all throughout the qualifiers and Surge Week, and now they're here for finals. There was like a team that's like a new viewer coming in, and they want to latch on to one team that has the entire experience of the FNCS. Has to be Steno and Lucia right now. Looking so good after that first game, and then this one too. iDrop and Map, the main characters of some weeks as well, looking to have their own struggles in this first game between them with Anvil Square. Season ago used to be the main POI to watch for all the struggles. Well, yeah, iDrop's very familiar, right? He's been landing here since its inception. Of course, last season it was Mr. Savage he was playing with. And they couldn't quite get the job done, landing off spawn. But with Mappy now, I think a lot of people probably say Mappy has a bit more firepower than Savage, especially in off-spawn battles. And so maybe that will be the difference between iDrop and Map doing good off-spawn here. But Kuro and Wheat will definitely give them a run for their money. Playing really well defensively and giving them the runaround on all sides. Controlling the central core of these boxes really well. Good angles as well from Wheat on the side, but to have this robust defense, it costs mats, it costs time, and they're kind of out of both. Mappy looking through pre-built windows to see exactly what's going on, or windows that already exist in these buildings. Gonna sneak in on the other side, but these guys just keep moving. Not making it too easy for Mappy overall. Yeah, and we're seeing that they are definitely confident in this fight, right? They're the ones controlling the action. And we'll see how long they can do that for. You see Mappy taking a wall here. And he's trying to get in Mapnada. Will he give it to him though? Placing that cone into the box still, right? Just trying to find semblances of control when they can get that window to strike. And for Kuro and Wheat, I mean, it's just like fighting a stronger opponent in boxing. You're trying to get them into a rhythm and trying to look for a mistake, an opening at all, but I have an iDropper
playing it really close to the chest, not really giving them anything to really work with, and they'll expend their mats on the chase, so they'll back up for now. Net positive, I feel like, for both teams overall. They get to keep moving. Quiz Divino, after that first game, on that page, I think 4th place overall. It's good. I mean, having a top 4 type game for this team on the first day. They got like 11 more to go over the next 2 days. And that's a good one in their books. Replay of game 1 or 2, 11, you decide. Who knows at this point right now? It's ponnani and Snazy who are just dominating the Citadel. And it's got to be heartbreaking for any Shamoki and Swizzy fans because, again, they're such an exciting duo. We know what they can do when they get the chance to play our games. But right now, the Frenchies not letting it happen. It's heartbreaking for EU fans because, yeah, when they do get to play out those games, Endgame looks insane. Another team that loves to randomly go for that contested height play. Another team that loves to put on the pressure. Absolutely silenced off rip. But look, Snazy and ponnani, they are veterans here in EU, right? We've got to give them their respect. They've been on this stage so many times, more than I can even count at this stage. And they're showing off who the bosses are right now. They're saying, look, you guys think you can come in, you little newbies? No. We got this here, right? This is our region. This is our place. We've been doing this. And we'll see if Shamoki and Swizzy can respond in the next couple of games. Automatically, that's like the best final quest for Swizzy and Shamoki. They take out the veterans, they become legends on the server. Eurus and Chari saw them last game. Looking a lot more iceberg-y. They were spending more time on a right side rotation. This time, white lining it almost his own. Bit of an adjustment for them in terms of how they have to try and play their game. Ooh. Chari, though, won't stop them from hitting shots. And I think more importantly, when they look at this team in particular and a lot of the other teams in this side of the map, big adjustments being made right with the removal of the ODM gear from these teams. Taco, can you give us an update? What's these guys doing to adjust? Well, that's been exactly the issue. Ever since the removal of the ODM gear, teams have had to improvise essentially how they want to actually strategize the mobility patterns. And here for Eurus and Sherry, by Berg Barge, they've actually been lucky enough to manage to find the kinetic blade out of the floor loot spawns that are actually available in this area. But they still have a lot of work cut out for them because only one of them has the kinetic blade, so it'll be tough to manage. Yeah, with the removal of the ODM gear, right, there was a buff in terms of the amount of spawns you get with the kinetic blades, and so, you know, those guys are always crossing their fingers hoping we get those every single game, but they don't have to shoot. Exactly. We're left with duels where there's one samurai and then one warrior. What do you do? Do you chase? Do you let them go first? I mean, it's tough. You see that sometimes people, when they're just sharing like single-seated mobility, they try to get forward first and claim a lot of space. The issue with these blades is kind of a double-edged sword, so to speak. You move so fast, you don't really claim any of this. Yes, back. നമ്മളെ മാത്രമല്ല ലെവൽ You have to really keep an eye out for them and how they actually traverse and if they can find the right timings, right? Ideally, you want kinetic blades so that you can almost cheat timings at time. Yeah. But these guys have the kinetic blade, but still have to... Go from A to Z, but you miss B, C, D, TUV, and Y. It's tough. Jay and Cosmo, don't know the team that are coming in from that surge week. I mean, if you haven't been like in a final situation, you don't have as much practice. It's tough. It's so different in terms of stage. Hello. ഒരു മിനിറ്റ് ഞാൻ ഇറങ്ങി ലോബിലോ ജർമ്മനി പോയി ഇതുവരെ വന്നിട്ട് വിളിക്കും ഞാൻ കളി കാണട്ടെ അതെ നീയേ സംസാരിച്ചേ ഹലോ ഉറക്കെ സംസാരിച്ചോണ്ടിരിക്കേ എന്ത് നോക്കാൻ വേണ്ടി ജാസ് ഉറക്ക സംസാരിച്ചോണ്ടിരിക്കാൻ പറയണ ഇങ്ങനെ എന്താണ് പറ ഇനി സംസാരിച്ചേ എന്താണ് പറ ഇനി ആശ പറാശേ എന്തു ആശ പറ ഓക്കെ ഇനി സംസാരിച്ചേ എന്താണ് ജാസേ ഓക്കെ ഇപ്പൊ നിനക്ക് അക്ക അടിക്കണ്ടോ ഇല്ല ഇല്ലല്ലോ അടിക്കില്ല ഇനി ഒന്ന് പറഞ്ഞു ഇതിലൊക്കെ അടിക്കണ്ടോ നോക്കി ഹലോ അടിക്കണം ഇതിലൊക്കെ അടിക്കണ്ടോ നോക്കേ ഇതിലൊക്കെ ഇല്ല ചെറുതൊരു അക്കൗണ്ട് പോലെ
shots from ചെറുതായിട്ടോ and now we're looking at ഇതിലോ another kind of consequence ഇതില് as a result of a decision ഉണ്ട് that അക്കൗണ്ട് ചെറുതായിട്ട്. Podeside made. The duo you just watched take down another team. ഇനിയോ Position ഹലോ Citadel. This team gets an ചെറിയ രീതിയിൽ കുഞ്ഞു പോലെ മനസ്സിലാൻ പറ്റത്തൊന്നുമില്ല. towards the left side of the map. Just south of break. കുഞ്ഞക്കോ They get to just be ഇപ്പോഴോ completely free, get the action, ഹലോ have space and പെക്കല്ലേ ഹലോ ഹലോ എക്കോ കേൾക്കണം ചേട്ടോ ഉണ്ടോ ഇല്ല 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 ഇല്ലല്ലോ ഇല്ല 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 മൈക്കൊന്ന് ദൂരത്തുനിന്ന് വെച്ചോട്ടെ കുറച്ച് ഇനി എക്കോ അടിക്കണോ നോക്കിയാ ഹലോ ഹലോ ഇല്ല 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 നോ വോയിസ് ചാറ്റിന്റെ വോളിയം 20 വെച്ചിട്ടുള്ള ഞാൻ ജെറി വന്നടാ ഇൻവെച്ചേക്കണ്ടാ റിക്വസ്റ്റ് ജോയിൻ കൊടുക്കുന്നു അവനെപ്പോഴും ലെജൻസ് ഓഫ് ലാൻഡിങ്ങിലാണല്ലോ ബാറ്റിൽ റോയൽ ലോബിയിലെത്തിക്കുക ഞാൻ പറ ഓക്കേ ടു ഹവേഴ്സ് പെട്രോൾ കളിക്കാം നമുക്ക് അത് ആശ ചെറിയ പാട്ട് കയറിയാ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ആ കേക്കാം പറ പറ കേക്കാം ജറനെ കേൾക്കുന്നുണ്ടോ കുന്നംകുളത്തോന്ന് എവിടെന്നാ കൊന്നങ്ങളുണ്ടോ അറിയപ്പെടോ കുന്നംകുളുണ്ടോ ചേട്ടന്റെ കൊന്ന സൂപ്പറാ കേട്ടോ ജറനെന്തൊന്നും മിണ്ടാത്ത എന്താണ് മിസ്റ്റർ ഹൂസ് ദ ബോസിനെ അറിയോ നിനക്ക് യൂട്യൂബർ ഇല്ല അതൊരു ഇന്ത്യൻ UK യൂട്യൂബറാണ് ഇന്ത്യൻ UK യൂട്യൂബർ അരുൺ എന്ന പേര് അവന് ഞാൻ അവന്റെ അക്കൗണ്ട് മീൻസ് യൂട്യൂബ് ഫോളോ ചെയ്യുന്നത് അവന് 1 മില്യൺ ആവാറായപ്പോഴുള്ള സബ്സ്ക്രൈബറാണ് ഞാൻ അവനിപ്പോ 15 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് 15 മില്യൺ ഓക്കേ അവന്റെ ലേറ്റസ്റ്റ് വീഡിയോ സുന്ദർ പിച്ചയായിട്ട് ഇന്റർവ്യൂ മറ്റേ സുന്ദർ പിച്ച ഗൂഗിളിലേറ്റ് ഇതല്ലേ സിഒ അതെ അങ്ങേരുമായിട്ട് മിസ്റ്റർ ഹൂസ് ദ ബോസ് ഇതെങ്ങാനും ഞാൻ റിവാർഡ് കിട്ടിയില്ല ദേഷ്യം വരാം എനിക്കിതായിട്ട് വന്നിട്ടില്ല കേട്ടോ നിനക്ക് വന്നാ എനിക്കിതായിട്ട് കിട്ടിയിട്ടില്ല ജർണെന്താണ് AFK എന്താണോ സൗണ്ട് ഒന്നും ഇല്ലാതെ ഞാൻ സൈൻ ഔട്ട് ചെയ്തോട്ടെ അപ്പൊ അങ്ങനെ കിട്ടിയാലോ ഇല്ല ഞാൻ നോക്കി വെറുതെ ഞാൻ നോക്കി ജർണി റിവാർഡ് എപ്പോ ഇട്ട് തുടങ്ങി ഹലോ ഹലോ കേക്കാം റിവാർഡ് ഞാൻ എപ്പോ കിട്ടോടോ നീ കണ്ട അരമണിക്കൂർ അരമണിക്കൂറിനായിരുന്നു ഞങ്ങൾ എപ്പോഴും റിവാർഡ് കിട്ടുമായിരിക്കും കുറച്ച് കഴിയുമ്പോ കിട്ടുമായിരിക്കും നാളെ കിട്ടും ഇത് കഴിയുമ്പോ നോക്കണോ ഒന്ന് നോക്കി നോക്കാം അല്ലെങ്കിൽ ഞാൻ നോക്കിട്ടാ നീ നോക്കിട്ടോ ഇല്ല ശാശ ആശ ഞാൻ നിക്കാം അവൻ പോയിട്ട് നമുക്ക് സാനിറ്റൈസ് തന്നെ ചെയ്ത് നോക്കാം നമുക്ക് ഇതാവും നോക്കാം നമുക്ക് ഇല്ല കിട്ടത്തില്ല കിട്ടുമ്പോൾ ഒരു പർച്ചേസിങ് റിവാർഡ് തന്നെയാണ് സോറി റെഡിമി ഓഫ്ലൈൻ പർച്ചേസ് നടന്നിട്ട് വരും റെഡിമി പർച്ചേസ് റിവാർഡ് ഐറ്റം എന്നിട്ട് വണ്ടി വരും അതൊന്നും കാണിക്കണില്ല ഒരു സൗണ്ടും കാണിക്കണില്ല അപ്പോൾ ഐ തിങ്ക് ദ ഐറ്റം വിൽ ബി ഗെറ്റിംഗ് ടുമോറോ ആഫ്റ്റർ ടുമോറോ ലോക്കർ ബാക്കിങ്ങിൽ വല്ലതും ഉണ്ടോ ഒന്നാ ബാക്കിങ് 2 3 ഇല്ല വന്നിട്ടില്ല
സാഫല്യമായി സാവുന്യമായി സർവന്റെ മാറിഞ്ഞ മല്ലുണ്ണി പറന്നല്ലോ. മുഞ്ചിക്കറ്റടേ ഏറ്റടേ ഏറ്റി. ഒരു മിനിറ്റ് ലൈവ് ഒന്ന് ഇതാവും കേട്ടോ. 1 മിനിറ്റ് അണ്ടാണ്ട് ചെറുങ്ങി കയറി സെറ്റ്. സ്റ്റാർലോഡ് വന്നു. വാ ഇല്ല കിട്ടത്തില്ല എടാ ഞാൻ ഈ സ്കിൻ ഇട്ടിട്ട് നല്ല വല്ല ഗെയിം കളിച്ചായിരുന്നു. ആശ കളിച്ചടാ. നമ്മൾ കളി ജയിക്കുകയും ചെയ്തു. ഒരു മിനിറ്റ് ഒന്ന് ഞാൻ മാറ്റട്ടെ. ഇല്ല വേണ്ട, ഞാൻ മാറ്റാം. കുറെ കാലം ഇതൊക്കെ ഇട്ടിട്ട്. ഓക്കേടാ എടുത്തോ. FNCS ആണോ? സ്ട്രീറ്റ് സർപ്പന്റ് സെറ്റ് FNCS ആണോ? അല്ലല്ലോ. സ്ട്രീറ്റ് സർപ്പന്റ് എവിടെ ഞാൻ ഇട്ടിട്ടുള്ളത്? ഇത് പഴയ സ്റ്റാർട്ടർ പാക്ക് അല്ല. ഓക്കെ. പഴയ ഇത് വന്നപ്പോഴാണ് എല്ലാരും പറഞ്ഞത് സ്പൈഡർമാനെ പോലെ ഇരിക്കുന്നതെന്ന്. അന്ന് സ്പൈഡർമാൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സ്പൈഡർമാൻ പറഞ്ഞത്. മറ്റേ എന്റെ ക്രിയേറ്റീവ് മാപ്പ് കളിച്ചിട്ട് പിക്കാച്ചിട്ടല്ലേ? അത് ഞാൻ ക്രിയേറ്റീവ് മാപ്പ് കളിക്കാണെങ്കിൽ 2 അക്കൗണ്ടിൽ എടുത്ത് ഞാനുണ്ട്. ആശ എടുത്താ? ആശ കിട്ടിയാ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലോ. സാറത്തെ കിട്ടി? സാറത്തെ മറ്റേ പൊടിച്ചാൻ പോട്ടില്ല സാറത്തെ. അവിടെ പോയി സ്ലാഷ് പിക്കാച്ച് അടിച്ചാൽ മതി. എന്നിട്ട് ക്ലെയിം ചെയ്യും. അപ്പൊ ക്ലെയിം ആയിക്കോളും. ഒന്നും കളിക്കാതെയോ? ഒന്നും കളിക്കൊന്നും കിട്ടി. ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ബോട്ടുകളുള്ള മീൻസ് ഡിസ്കോഡ് ബോട്ടുകൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകളൊക്കെ തെരഞ്ഞു പിടിച്ച് ബാൻ ചെയ്യാണ്. എക്സ്പിക്ക് യൂസ് ചെയ്യണ അക്കൗണ്ടൊക്കെ ബാൻ കിട്ടി. 1.5 മാസം 2 മാസത്തേക്ക് കണ്ട്. അല്ല അതേപോലെയാണല്ലോ ഇത്. ചെയ്യാതെ കിട്ടിയതല്ലേ. ഒരു എന്താ പറയാ, വേറൊരു സൈഡ് പറയണെങ്കിൽ ഇത് ചീറ്റിംഗ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് എന്ന് പറയാലോ. ചീറ്റിംഗ് അല്ലെങ്കിൽ ഹാക്കിംഗ്. അതെല്ലോ. നീ ചലഞ്ചസ് ചെയ്യാതെ നിനക്കൊരു സാധനം കിട്ടും. ചലഞ്ചസ് ചെയ്ത് കിട്ടുന്ന സാധനം. അതിന്റെ അർത്ഥം എന്താ? അത് ഫ്രീ ആയിട്ട് തരുന്നു. അല്ല, അതാണ്. അങ്ങനെ നമ്മളെന്തൊക്കെ കാട്ടടാ ആശേ? നമ്മളല്ല നീ. ഞാൻ ഡീസന്റ് ആണ്. നിനക്കറിയാമോടാ സാറോട്? നിനക്കറിയാം ആശ ഒരു ഷോർട്ട് കട്ട് പോലും ഉപയോഗിക്കില്ല വീട്ടിലോട്ട് വരെ. കേട്ടിട്ടില്ലേ? മെയിൻ റോഡിൽ കൂടെ വരുള്ളൂ. ട്രാഫിക്കിലൊക്കെ നിന്ന്. എനിക്ക് ട്രാഫിക്കിന് ഇഷ്ടല്ലേ? ഷോർട്ട് കട്ട് എടുത്തപ്പോഴും നോക്ക്. നിനക്ക് ട്രാഫിക്കിൽ നിൽക്കുന്നത് ഇഷ്ടമാണെന്നറിയാം, തിരക്കുള്ള ബസ്സിലും ഇഷ്ടമാണെന്നറിയാം. എനിക്ക് തിരക്കുള്ള ബസ്സിലും ഇഷ്ടമല്ല, ട്രാഫിക്കും ഇഷ്ടമല്ല. തിരക്കുള്ള ബസ്സില് ഞാൻ നല്ല മാന്യമായ കുട്ടിയാണ്. ഞാൻ ഒരു അസഭ്യത്തിനും പോകാത്ത നല്ല മാന്യമായ സ്റ്റാർലോഡിന്റെ പിന്നമ്പറൊക്കെ നനഞ്ഞ് സ്റ്റാർലോഡ് 10 വാഴക്കുഴി എടുത്താൽ ഇത്ര വേർക്കില്ല. ഞാനാരും പണി കൊടുക്കാറില്ല എന്റെ വീട്ടിലാണ് പറയുന്നത്. ഞാനുണ്ട്. ബാക്കി ഫൈൻഡ് ദ ഫോഴ്സ് ഉണ്ട്. എന്റെ മൊത്തം ഡാമേജ് അപ്പോണൻസ് വിത്ത് ലൈറ്റ് സൈബർ ഓർ മീലി വെപ്പൺ. കണ്ട മറ്റേ മാച്ച് ലാസ്റ്റ് ജയിച്ചത് എങ്ങനെയാന്ന്? ഏത് മാച്ചാ? ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നു. മാച്ചോ? അത് ഞാൻ കണ്ടില്ല. തോറ്റ് കഴിഞ്ഞെന്ന് വിധി ചെയ്ത മാച്ച് ലാസ്റ്റ് ജയിച്ചത്. ഇല്ല, അത് ഞാൻ കണ്ടില്ല. കണ്ടു നോക്കണേ. അടിപൊളി. അത് നമ്മുടെ 1.5 കളിയായിരുന്നു. അടിപൊളി കളിയായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. നീ
ആരോ നോക്കായി ലാസ്റ്റ് ആരെ റീബോൾ കണ്ടു സർബത്താണെന്ന് തോന്നുന്നത്. സർബത്തല്ല ഇന്നലല്ലേ? ആ സർബത്ത് ആരെന്ന് പറഞ്ഞ രാശൻ ആരെന്ന് പറഞ്ഞ രാശൻ ആശ് സ്നേക്ക് സർബത്ത്. ഞാൻ ഇറങ്ങി പാർട്ടി ഫുള്ളായിരുന്നു. ഞാൻ കളിക്കായിരുന്നില്ല, ഇറങ്ങി. ആ ശരി, അത് കഴിഞ്ഞിട്ട് വിളിക്കാനാണ് നീ പറഞ്ഞായിരുന്നെ. ഇതരം ഗോക്കുവിന് ബ്ലാക്ക് എടുക്കണ്ടോ ഇതറിനെ? വൈറ്റ് ഉണ്ട്, നോർമൽ ഉണ്ട്, അത് മതി. ബ്ലാക്ക് എടുക്കാതെ പിക്കാസ് ഉണ്ട് ഇറനെ. അടിപൊളി കേട്ടാ, വലിയ പിക്കാസ്. ആ എന്ത് വലിയ പിക്കാസ് ഇടേ. കണ്ടു അടിപൊളി സാധനം. രണ്ട് പിക്കാക്സ് ഇന്ന് ഐറ്റം ഷോപ്പിൽ ഗോക്കുന്റെ ഒരു പുതിയ സ്കിൻ വന്നു. അതിന്റെ പിക്കാക്സ് നോക്കി വലിയ സാധനം, വലിയ കമ്പി. അത് വേറെ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഗോക്കു ആണ് അല്ലേടാ? അത് ബ്ലാക്ക് എഡിഷൻ. ആ വേറെ ഡയമെൻഷൻ വില്ലനായിട്ട് പറഞ്ഞ ഗോക്കു കറക്റ്റ് അല്ല. വേറെ ഈ ഇവിടുത്തെ യഥാർത്ഥ യൂണിവേഴ്സിറ്റിയുള്ള അല്ല ആശയ, അത് വേറെ ഏതോ യൂണിവേഴ്സിറ്റി തിഞ്ഞ് പറഞ്ഞതാണ്. ഓൻ വില്ലനാണ്. ബ്ലാക്ക് കളർ ഇട്ടിട്ട് കിടക്കണ. അയ്യോ എനിമി ഇറങ്ങിയിട്ടില്ല. ഇവിടാണ് ബോട്ട്. ഓ എക്സിക്യൂട്ട് ഓർഡർ 66. വീഡിയോ എന്തൊരു അയച്ചാൽ കണ്ടിട്ടുണ്ട്. എന്തോടാ എടാ, ഇന്ന് മറ്റേ ഗ്രൂപ്പിൽ അറിയാതെ വന്നേടെ കോള് എന്റെ കൈ തൊട്ടി പോയത്. മറ്റേ ഇസ്പോർട്സ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാനിന്ന്. എല്ലാ ഇസ്പോർട്സ് മറ്റേ പ്ലേസും സ്കിന്നും അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. അത് ഞാൻ ചോദിച്ചു ഇവിടെ അങ്ങനെ ഉണ്ടോ ചോദിച്ചു. അവര് പറഞ്ഞു ഇപ്പൊ ഇല്ല എന്താണ്, എന്തായാലും ഇപ്പൊ കുറച്ച് പ്രൊമോഷൻ കുറച്ച് ഡയക്കാൻ എല്ലാവർക്കും എടുത്തു തരണ പറഞ്ഞു. എന്തോടെ അത് അമ്മമാരടിക്കുന്നത് ബോട്ടല്ലേ? ഇന്നലെ ആശേ ഒമാർ എന്താണ് നാശിന് മനസ്സിലാ? വീഡിയോ എന്താണ് അയച്ചെന്ന് നാശിന് അയച്ചു? നിനക്ക് അയച്ചു തന്നില്ല അല്ലേ? അയച്ചെന്നില്ല. ആശിന്റെ ഫോർവേഡ് ആശിന്റെ റുഹാൻ അയച്ചു കൊടുത്തു. ഇന്നലെ റുഹാൻ കണ്ടെന്നോ അതിൽ പറയും എക്സിക്യൂട്ട് ഓർഡർ 66 എല്ലാരെയും കൊന്നൊടുക്കണം. അതിലുണ്ട് ആശ ഡാർത്ത് വാട്ടർ എങ്ങനെയാണ് ഉണ്ടായണം. സർവത്തിനവിടെ ഇല്ലാണ്ടാക്കിന്നടാ. അവിടെ സർവത്തിനവിടെ ഇല്ലാണ്ടാക്കിന്നൊക്കെ. സർവത്തിനെ പുറത്തേക്ക് ഇറങ്ങും. ഞാനവിടെ ഇല്ല. എന്റെ പൊന്നോ, എനിക്ക് ഒരിഞ്ഞൊരു എനിമി അടിച്ചോടിച്ചെ. വൺ ഷോട്ടടേ എന്തുവാ ഇനി ഇനി അമ്മ മൊത്തം കളഞ്ഞ് നേരത്തെ എടാ ഇഞ്ഞൊരു എനിമി അടിച്ചു മാറ്റിയടാ. ഞാൻ അടിച്ചത് ഇവിടെ ഇറങ്ങിട്ട് ഞാൻ അടിച്ചടിച്ചടിച്ച് ഇങ്ങോട്ട് എത്തിച്ചെന്നെ. ഞാൻ ബുഷിനകത്താണ് ഇരിക്കണത്. വാ ഞാൻ ഓടി വന്നിട്ട് കാര്യം ചേർന്നേ. നീ ഇവിടെ പതുക്കെ വാ ഇങ്ങോട്ട്. അതൊക്കെയല്ലേ ഓടി വന്നോണ്ടൊക്കെ എത്തോടെ എത്തുന്നൊന്നില്ല. ഞാൻ എൻഗേജ് ചെയ്യുന്നില്ല കേട്ടോ. നീ ഏത് കാട്ടുമുക്കിലേ പോയത്?
എന്റെ പൊന്നെ ടീംമേറ്റ്സ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. ഞാൻ സർവത്തിന് അടി വന്നത് ഞാൻ പോയത് കണ്ടോ, നാശം വന്നത് കണ്ടോ നീ? ഞാനും വരുന്നുണ്ട്. ഞാൻ എവിടെ അങ്ങ് ലോങ്ങിലായിരുന്നു. ഞാൻ ആ ഭാഗത്ത് ഈ ഭാഗത്ത് 500 മീറ്റർ ചെയ്യുന്നതിനാ നീ പറഞ്ഞത്. പോയിണ്ടാവോ? അത് റീബൂട്ട് ചെയ്യാൻ പോണ അവര്. ഞാൻ എല്ലാം അടിച്ചു ഒതുക്കിയിട്ടാണ് ഞാൻ. ഒരു വൺ ഷോട്ടായിരുന്നു എല്ലാവരും. നീ ഇവിടെ നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നു, അമ്മമാരെല്ലാം ഇപ്പൊ ഫിനിഷ് ചെയ്യായിരുന്നു. സർത്തിനടുത്താ ഞാൻ ചെറിനാട് ഞാൻ അടുത്തുണ്ട്. നീ പോ റീബൂട്ട് ചെയ്യാൻ പോ. എന്റെ അടുത്ത ആളുണ്ട്. എന്നാ അടി അടി കിട്ടി തുടങ്ങിയത് ഞാൻ വന്നിട്ടുണ്ട്. മാക്സിമം അടിച്ചു. എന്ത് ബഗ്ഗത്. ഞാൻ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാ. ഇവിടെ റീബൂട്ട് ചെയ്യുമോ അവന്മാര്? റീബൂട്ടായി. ആശഞ്ഞെടുക്കണ ഹോൾഡ് പുറകില് എടുക്കൂ. ഓക്കെ മതി. ഓടണ്ട പതുക്കെ പോയാൽ മതി. അതൊന്നും എടുത്തു. ആ ഹീലിന്റെ സാധനങ്ങൾ എടുത്തു. എന്തിനു കളയും. മനസ്സിലായില്ല എവിടുന്ന് അങ്ങനെ പുറകെ അടിച്ച അവന്മാരുടെ ഫ്രണ്ടിലായിരുന്നല്ലോ. സത്യം പറയാല്ല, ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടെ NPC സെന്റർ അവിടെ ആശുറാണ്. ഞാൻ ഫോളോ ചെയ്തൊക്കെ എന്നെ കൊല്ലുന്നുണ്ട്. ആശിനടുത്ത് എനിമീന്ന് ആശിനെ പറഞ്ഞേ. എന്റെ അടുത്ത് എനിമിണ്ട്, രണ്ടുപേരുണ്ട്. ആശിന്റെ കാർഡ് പറ്റി ഞാൻ റീബൂട്ട് ചെയ്യണം സർവത്തിനാ. ആശിനടുത്ത് എനിമിണ്ട്. ആശ ഉണ്ടായിരുന്നു, ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് എവിടെ നിന്നാണ് സർവത്ത് അടി കിട്ടിയേ? ഞാനും കണ്ടില്ല. പുറകിൽ ആരെയും ഞാൻ കണ്ടില്ല. സത്യം ആശൊന്ന് റിപ്ലൈ ചെയ്ത് നോക്കണേ. ലോബി എത്തിയത് ഫ്രണ്ടിൽ ആൾക്കാരെ കണ്ടോ? അപ്പൊ നമുക്ക് സംശയം തീരും കേട്ടോ. ആശ അത്രയ്ക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ റിപ്ലൈ പോവാം. എന്താ ഫ്രണ്ടിൽ നിന്ന് റീബൂട്ട് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടു. മരത്തിന്റെ പുറകിലിരുന്നു. പട്ടപ്പട്ടേന്ന് പറഞ്ഞ് പെട്ടെന്ന് നടന്നു കിട്ടി. പിന്നെ ഒന്ന് പിക്കാക്സ് ചെയ്തൊന്നും ഫ്രണ്ടിൽ നിന്നാവുന്നു, പുറകിൽ നിന്നല്ല. അതെ, ഞാനിത് വീണുടനെ പുറകിലേക്ക് നോക്കി. പുറകിൽ നിന്ന് കാണാൻ അടി ഉണ്ടോന്ന്. ആശിനടുത്തണ്ടേ ഒരു കൊടി വെക്കായിരുന്നു. ഞാൻ ചത്തേ 4 HP ആന്. ഇഞ്ഞടിച്ച് ഞാൻ ആര് കാണാണ്ട് പോയി നിഞ്ഞടിച്ചോ ഇവര്. മാത്രം നേരെ കാണും കേട്ടോ. ഒരാളെ ചാവും, ഒരാൾ റീബൂട്ടാവും, ഒരാളെ റീബൂട്ടാവും. എനിമയല്ല ആശേ. എന്റെ കാർഡ് ഇവിടെ പൊട്ടി പറഞ്ഞേ. അതെങ്ങനെ പൊട്ടി? ആ ഫയർ മറ്റോ അടിച്ചത് മാതിരി വിഷേ. രാവിലെ ആളൊക്കെ പോയിട്ട് കാർഡ് എടുക്കോ?
എനിക്ക് വേണ്ടി പരിപാടി ആകാൻ പോണതാര്? ആരത്? ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സർവത്തിനെടുക്കാൻ തോന്നുന്നു. സർവത്തിനടുത്താ. അപ്പൊ ആശിന്റെ റിപ്പീറ്റ് കൈയൊക്കെ വന്നോ? അപ്പൊ ആശ് കൈയൊക്കെ വന്നോ? ബോട്ട് ഞെടക്ക ഏറ്റവും സുഖം ഇതാണ് DMR അല്ലേ ചേർന്നെ? ഹെഡ് ചെയ്ത് പൊട്ടട്ടാന്ന് അടിച്ച് അട് വീണ്. മറ്റേ കണ്ണാണെങ്കിൽ റീകോൾ ചെയ്തിട്ട് മേലേക്ക് പോയി കളിക്കും. ആ എത്തിയാർണേ. എന്താണ്? അയ്യോ മറ്റേ ഒരു കേക്കിനുള്ള സ്കിന്നാണോ? ആ ഓടിയ ഇരട്ട അടിക്കാനാ വന്നത്. അത് റിപ്ലൈ നോക്കടാ ഒന്ന്. പ്രതീക്ഷിക്കാണ്ട് കിട്ടി. എവിടുന്ന് ഞാൻ ക്രൗച്ച് ചെയ്ത് പോണ ഇങ്ങനെ ബിൽഡിന്റെ ഇടയ്ക്കൂടെ എഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു മനസ്സിലാവത്തേക്ക് കൂട്ടുകൊടുക്കാത്ത ഇന്നാണ് ഞാൻ ഇങ്ങനെ ഒരു അടിച്ചിട്ടെന്ന് മനസ്സിലാവാത്തത്. ഞാൻ എവിടുന്ന റീബൂട്ടാണ്? റീബൂട്ട് എക്സ്പെർട്ട് ഉണ്ടല്ലോ. എത്ര പേരെ ഞാൻ റീബൂട്ട് കളിയുന്നു. ആഷിനെ റീബൂട്ട് ചെയ്ത്, സർബത്തിനെ റീബൂട്ട് ചെയ്ത്, സ്റ്റാർലോഡിനെ റീബൂട്ട് ചെയ്യുന്നത്. ഞാൻ റീബൂട്ട് ചെയ്തേക്കണേ. ഇവരൊക്കെ റീബൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റീബൂട്ട് ചെയ്തേനെ. ഇവിടെ കാർഡൊക്കെ എടുത്തു പോയാ? പിന്നെ ഇവിടുത്തെ ബോട്ടൊക്കെ പോയേ. ജെറിനെ നിനക്ക് അടി. ജെറിനെ കളിക്കാൻ നമ്മ കഴിഞ്ഞാല് ബോട്ട് അയ്യോ ഈ ജെറിന്റെ ബോട്ട് ഇഞ്ഞ അടിക്കണിപ്പോ. ജെറിനെ ട്രിഗർ ചെയ്ത ബോട്ട് ഞാൻ അതിന്റെ മേലെ കൂടെ പോയില്ലേ? ഇപ്പൊ ട്രിഗർ ആയടാ. ഞാൻ അടുത്തൂടെ നീ പോയ അതുകൊണ്ടാണ് നീ അടിക്കണേ. ഷോട്ട് ചെയ്യില്ലട്ടക്ക്. ഈ ഗെയിം ഫുള്ള് പ്ലേയേഴ്സ് ആയതുകൊണ്ട് സീൻ ലെവല് ലൂട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്ത് നിർത്താലോ. സ്വെറ്റ് പ്ലേയേഴ്സ് ആണ്. FK വന്നു എടാ ഷോട്ട് എടുക്കണില്ലടാ. അടുത്ത സോൺ ഇവിടെ ആയിട്ട് വരും. ഈ ഭാഗത്തായിട്ട് വരും അടുത്ത സോണ്. ആളെ ഇറങ്ങി ക്യാപ്ചർ ചെയ്ത് പോയി. ഞാൻ വേറെ ആൾക്കാരെ ഇറങ്ങി. ഞാൻ എടുക്കാം. ലെഫ്റ്റിലെ മീ ഇടയ്ക്ക് ഒരു ഷോട്ടിൽ അടഞ്ചല്. എല്ലാ വീടും നിരന്തരമായി കയറി മടുത്തു. ഞാൻ മാർക്ക് ചെയ്താണ്ടോ സെക്കൻഡ് സോണ്?
ലൂട്ടിന്ന് വെടിയിട്ടുണ്ടല്ലോ. അവന്മാരെ എന്റെ അടുത്തിക്കണ അവന്മാരെ പൾസുണ്ട്. അതിന്റെ മാച്ച് ഒന്നും ഇല്ല ഇന്ത്യയുടെ ഒന്നില്ലാത്തപ്പോ ഒന്നുമില്ല. വാടാ മറ്റേ ഹോട്ട്സബിലിറ്റി ഉള്ള ആള് ഇവിടെ നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. മാർക്ക് 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 അവിടെ പ്ലെയർ എവിടെ മാർക്ക് മാർക്ക് പ്ലെയർ ക്രാക്കാണേ ക്രാക്കാണേ ഹോട്ട്സബിലിറ്റി ഇട്. പ്ലേയേഴ്സിനെല്ലാം ഞാൻ മാർക്ക് തന്നിട്ടേ. 40 വെയിറ്റ് ബാബാ. നോക്ക് ഒരുത്താൻ ഇറങ്ങണം അവിടെ. നോക്ക് 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 പിടിച്ച് 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 ആളെ തണ്ടർ സ്പിയർ കറങ്ങിട്ടുണ്ട്. ഇവിടെ നോക്കോ ഞാൻ ഇതായിരിക്കണം അവിടെ റിവ്യൂ ചെയ്താ വേറെ എനിമിസ് എല്ലാരും മാർക്ക് തന്നെയാണ്. ഇവിടെ ഒന്നും ലാസ്റ്റ് ബുള്ളറ്റ് ഇവിടെ മാർക്ക് തന്നെയാണ്. ഓ ഇക്ക കൊണ്ട് അങ്ങോട്ട് പോകണ്ട. അവന്മാരുടെ ഒരു പോളിസബിലിറ്റി ഉണ്ട്. അവന്മാർ വന്നടിക്കും. എടാ അവന്മാര് വരുന്നുണ്ട്. പോയി 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 സോണിക്കറ് 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 5 DPS ആണ് അടുത്ത്. അത് റീബൂട്ട് ചെയ്യുന്നുണ്ട് ഐലൻഡില്. ഞാൻ ഓക്കെ ഇവര് ഫോഴ്സ് പിടിച്ച് ആരാണ് ഇങ്ങനെ എടുത്തെറിയണ്. ഇതിറ പോണിതാ ആ പുഷ് ആ പുഷ് ആ പുഷ്. ഇത് റേഞ്ച് ലെജൻഡറീൽസ് ഒക്കെ ഉണ്ട്. റേഞ്ച് ലെജൻഡറിയിലൊക്കെ ഉണ്ടെങ്കിൽ ലെജൻഡറിയില് ലെജൻഡറി DMR ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എടാ ഇന്റെ ഇന്ത്യയില് ലെജൻഡറിയിലൊക്കെ ഇരിക്കണ്ട. ഇന്ത്യയില് ഓക്കെ ഓക്കെ ലാസ്റ്റ് 4 പ്ലേയേഴ്സ് അല്ല അല്ല തൊട്ട് മേലടി. വണ്ടി വണ്ടി നിർത്തടി വണ്ടി നിർത്തടി വണ്ടി നിർത്തിട്ട് അടിക്ക്. ആ നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടി വന്ന് എന്റെ പൊന്നെ ചെയ്യാൻ പറ്റണ്ടല്ലോ. വാടക എന്റെ അടുത്ത് ഇതേ വാടക എന്റെ അടുത്ത് ബാക്കപ്പ് വേണം ബാക്കപ്പ് വേണം ബാക്കപ്പ് വേണം ബാക്കപ്പ് വേണം. തൊട്ട് പുറകിലുണ്ട്. എനിക്കിട്ടാ 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 ബാക്കില് തേർഡ് പാർട്ടി ഉണ്ട്. ആരൊക്കെ എന്റെ പുറകെണ്ട്. അവൻ എന്നെ കൊണ്ട് എനിക്ക് കടിക്കുന്നു. നീ പോലും കാണും. സ്റ്റാറിനോടാ നീ എത്ര ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാവുന്നു.
ഇനി എത്ര ഇനി 6 3 സ്കോഡ് ഞാൻ പറയാ 4 3 3 പേര് ലെഫ്റ്റ് ഒരു ഡോ ഒരു സോളോ എനിക്ക് ഇനിയൊരു സോളോ കൂടി ഉള്ളു ബിൽഡ് ഉണ്ടായിരുന്നു പുറകെ വന്ന് അടിയായിരുന്നു. എനിക്ക് ഞാൻ റീപ്ലൈ കൊണ്ട് എന്നെ അവിടെ നിന്ന് അടിച്ചത് അറിയാമോ? ഒരുമിച്ച് ഒന്നില്ല ആരും ഇവിടെ നമ്മളെല്ലാരും അടിന്റെ ഇടക്ക് വിടയും ചെയ്ത് നമുക്ക് വേറൊരു എബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പോവാൻ വേണ്ടിട്ട് നമുക്ക് സോൺ ഇറാൻ വേണ്ടിട്ട് രക്ഷപ്പെടാനുള്ള സാധനമൊന്നും ഇല്ലായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത റിവീൽ ചെയ്യാ അടിക്കുക റിവീൽ ചെയ്യാ ഫോഴ്സിബിലിറ്റി യൂസ് ചെയ്യുക റിവീൽ ചെയ്യാ ഫോഴ്സിബിലിറ്റി യൂസ് ചെയ്യാം. ഞാൻ സോൺ കയറിക്കൊണ്ട് കയറുന്നോട് ഞാൻ അപ്പോഴും ഞാൻ അവന് റിവീൽ ചെയ്യാൻ ഫോഴ്സിബിലിറ്റി യൂസ് ചെയ്യാം റിവീൽ ചെയ്യാൻ ഫോഴ്സിബിലിറ്റി അടിക്കുക. ജയിക്കാൻ തേർഡ് പാർട്ടി ഇത് അറിയായിരുന്നു. നമ്മളെല്ലാരും കൂടെ എടുത്ത് തേർഡ് പാർട്ടി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. 13-5 ഞാനാണെന്ന് എൻജോയ് ഞാൻ വെയിറ്റ് ഇവിടെ നിന്ന് അടിയിട്ട് നോക്കട്ടെ ഞാൻ വെയിറ്റ് ഞാൻ റീപ്ലേ നോക്കട്ടെ വെയിറ്റ് റീപ്ലേക്ക് നോക്കാം. കരയുന്നവന്മാര് മുൻകിട്ട് തന്നെയാ പോസിബിലിറ്റി ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും. അവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക കേട്ടോ. അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ആദ്യമേ നമ്മളെ കൂടെ വാട്സപ്പിലിറ്റി എടുത്ത ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അമ്മാരെ ചറവറ കൊല്ലായിരുന്നു. പിന്നെയാണ് വന്നത്. ഞാൻ എത്ര വിളിച്ചു. അയ്യോ അടുത്ത ക്ലിപ്പ് സേവ് ചെയ്ത് എന്താ എന്റെ ലെഫ്റ്റ് സൈഡില് താഴെ ക്രൗച്ച് ചെയ്ത് വേറെ തിരിക്കണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ എവിടെ നിന്ന് അടി നോക്കട്ടെ ഞാൻ അത് അവിടുന്നല്ല ഫസ്റ്റത്തെ കളി ഞാൻ ബിൽഡിന്റെ ഇടയിൽ കൂടെ പോകുമ്പോഴേക്ക് അടിയിട്ടേ അതൊക്കെ മനസ്സിലാവത് ബിൽഡിന്റെ ഇടയിൽ കൂടെ പോകുമ്പോ എങ്ങനെ അടിയിട്ടാനാ കഷ്ടകാലം അവിടെ വിളിച്ചിരിപ്പുണ്ടായിരുന്നു. ഐറ്റം ഷോപ്പിൽ നടക്കണം ആദ്യത്തെ സ്കിന്നിന്റെ പിക്കാക്സ് എന്തൊരു സാധനം ആ സൈഡ് ഇത് ബെനിഫിറ്റ് ഉണ്ടാവല്ലോ ഗെയിമില്. ആ സൈഡ് ലെങ്ത് കൂടുതലല്ലേ? ആ സൈഡ് അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്താ അയ്യടാ എന്താണ് ഫുള്ള് സ്ക്രീന് ഇതാവൂലോ? യെസ് ഞാൻ ഉപയോഗിച്ച് നോക്കിയാ റിവ്യൂ പറയാം. വേണ്ടടാ ഇതിന് ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ പറയാം ഒറ്റ സിംഗിൽ 1 2 3 4 അടി കിട്ടും. പിക്കാക്സിന്റെ ഡാമേജ് എത്ര? 20 80 ഹെൽത്തും പടപടി ചെയ്യുന്നുണ്ട് ഒറ്റ സ്വിങ്ങില്. നീ സ്വിങ് ചെയ്ത് നോക്ക്. ആ പിക്കാ ചിലപ്പോ നമ്മളെ മറ്റേ സർവാൻസ് എടുക്കണം.
സ്റ്റാർ വാർസിലെ പിക്കറ്റ്സിന്റെ അനിമേഷൻ വന്നിട്ട് കിടക്കണ്. ആ സ്റ്റാർ വാർസിന് മറ്റേ ബാറ്റിൽ പാസ് ഇല്ലേ, അതിൽ ഈ അനിമേഷനുള്ള പിക്കറ്റ്സ് ഉണ്ട്. ആ മറ്റേ ക്ലോൺ ട്രൂപ്പിന് തൊട്ടപ്പുറത്തൊരു പിക്കറ്റ്സ് നോക്ക്. ഇല്ല അതേ അനിമേഷൻ തന്നെ അല്ലേ? ആ വെറുതെ ആവശ്യമില്ല. ഞാൻ വല്ല സ്ക്വാഡ് എങ്ങനെ യൂസ് ചെയ്യണം? അങ്ങോട്ട് വേണ്ടേ? ഞാൻ എടുക്കാം. ഞാൻ എടുത്തിട്ടാ പറഞ്ഞ രാശിന് ഞാനിപ്പോ എടുത്തിട്ട് എന്താണ് റിവ്യൂ അറിയാനില്ല. ഞാൻ എടുക്കണ്ട എന്തായാലും. ഞാൻ എടുത്തിട്ട് പറഞ്ഞില്ല. അല്ല ഗിഫ്റ്റ് തരാടാ, ഞാൻ വാങ്ങിക്കണം. ഗിഫ്റ്റ് ചെയ്യില്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ വാങ്ങുകയാണെന്ന് ഉദ്ദേശിച്ചത്. എത്ര വിവാദത്തിട്ടുണ്ടാവട്ടെ എനിക്ക്. 1800 കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടാ. 1300. 1800 എത്ര കിടക്കണുണ്ടല്ലോ. 1300 ലൈവ് എടുത്ത് നോക്കി ഇപ്പൊ കാണാം. 1300. എന്ത് വാങ്ങിച്ചത്? അന്ന് വാങ്ങിച്ചിട്ടില്ല ഞാൻ പർച്ചേസ് വേണമെങ്കിൽ കാണിച്ചത് എനിക്ക്. നീ മറ്റേത് കാണിച്ചില്ലേ? FNCs വാങ്ങിച്ചു ഞാൻ. റിവാർഡ് നീ കിട്ടും. അതിന് പറഞ്ഞ 1500 മുക്കിയിട്ടിരിക്കുകയാണ്. 1500 മുക്കേ എങ്ങനെ? FNCs വാങ്ങിച്ചു. FNCസിലാകെ 2 ആഴ്ച. FNCസിലാകെ എടാ എന്തോന്നു അത് മറന്ന് അതങ്ങ് മറന്നാ പറഞ്ഞേ. എന്തോന്നു 1500 എടുത്തെന്ന് കേട്ടോ. എടാ ഞാൻ പറയട്ടെ, 800 ഇവസ് കഴിച്ചല്ലോ FNC സ്കിന്നിനെ. 800 വണ്ടിയില് മൊത്തം. ആ വണ്ടി തന്നെ പിക്കാച്ചും ഇത് സ്കിന്നും മാത്രം. ഓ അങ്ങനെ. ബാക്കി ഒരു റാപ്പ് ഡ്രില്ലോട് ഗിഫ്റ്റ് ചെയ്ത്, ബാക്ക് ബ്ലിങ് റിഹാൻ ഗിഫ്റ്റ് തന്ന്, പാട്ട് എന്താണ് സർവത്തിന് വെക്കാം. പിന്നെ 800 ഇവസ് ഉള്ളു. ഓ സർബത്ത് തന്നെ ഗിഫ്റ്റ് ചെയ്തോന്നാ. ഓ സർബത്തെ നമ്മളൊക്കെ ഒന്നുമില്ലേ. അല്ലാണ്ട് അത്ര 950 അങ്ങനെ എത്ര 900 800 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഗിഫ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൻ ചെയ്തങ്ങോട്ട് 900 വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി 700 വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ബാറ്റിൽ പാസ് 100 എടുക്കാൻ സീസൺ ബാറ്റിൽ പാസ് എടുത്ത്. ഞാൻ എന്റെ ബാറ്റിൽ പാസ് ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല. എല്ലാം അവിടെ കിടക്കുന്നു. 5 ലെവലപ്പല്ലേ ആശാണ്. എന്തിനാ 5 ലെവലപ്പാക്ക? ആയി കഴിഞ്ഞാ ഒറ്റയടിക്ക് ക്ലെയിം ചെയ്യും. 1500 കയറില്ലേ? ആ കയറും. പിന്നെ മറ്റേ സേവ് പാക്കിന്റെ 1500 3000 ഉണ്ടാവുമ്പോ പോരെ. 3000 എത്ര 1000 ബാക്കി 2000 ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് എവിടെ ക്രൂ പാക്ക് എടുക്കണ്ടല്ലോ. അപ്പൊ സീനില്ല. അപ്പൊ ആശിന്റെ ബാറ്റ് പാസ് കിട്ടും. ആശിന്റെ 3000 ഉണ്ടാവുമ്പോ. ഇനി അടുത്ത മാസം വീണ്ടും പെരുന്നാൾ വരാണ്ട്. ഞാൻ അതിന് പൈസ സെറ്റാക്കണം. അടുത്ത മാസം അതെ പെരുന്നാൾക്ക് സന്തോഷം. നിങ്ങൾക്ക് മറ്റേ എന്താ ഇതിനൊക്കെ പൈസ ഈസ്റ്ററിന് പൈസ ഇടണ്ടോ? വിഷുവിനൊക്കെ പൈസ കൊടുക്കും. വിഷു പൈസ കൊടുക്കും. ഞങ്ങൾക്ക് അതിന്റെ പെരുന്നാൾ പൈസ വിഷു കഴിഞ്ഞിട്ടോ അങ്ങനെ പെരുന്നാൾ പൈസ ഞങ്ങൾക്ക് പെരുന്നാൾ പൈസ അതിന്റെ പകരം പെരുന്നാൾക്കൊക്കെ പൈസ കിട്ടും. എല്ലാ പെരുന്നാൾ കിട്ടും. ഈ പെരുന്നാൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക 1000 സംതിങ് കിട്ടി. ഈ പെരുന്നാൾക്ക് എല്ലാ പെരുന്നാൾക്ക് ഞാൻ ചെറുതല്ലേ ഞാൻ 10ാം ക്ലാസ്സിലെ പഠിക്കുമ്പോൾ +1 കിട്ടിയിട്ടേ ചേക്ക് 10ാം ക്ലാസ്സിലെ പഠിക്കുമ്പോൾ കിട്ടിയിരുന്നു. ഇങ്ങോട്ട് പറഞ്ഞ ചെറുതാണെന്ന് 1 രൂപ കൊടുത്തതെന്ന് അറിയോ? ഈ പ്രാവശ്യം അങ്ങനെ 100 അല്ല. ഈ പ്രാവശ്യം എല്ലാവർക്കും 500. 500 ഒരു 1000 500 വരുള്ളൂ. 500 കുറഞ്ഞിട്ട് കൂടുള്ളൂ, കുറവില്ല. ഉപ്പ 500 അന്ന്, കാക്ക എന്താ ഉപ്പ 500 അന്ന്, പിന്നെ സിസ്റ്റർ 500 അന്ന്, വേറെ സിസ്റ്റർ ബ്രദർ 500 അന്ന്.
പട്ടി ഒരുത്ത ഇമോട്ട് ഇട്ടേരാ ഒരു ഇമോട്ട് ഇട്ടെടുത്താന്നല്ലോ. ഞാൻ എപ്പോഴേ ചാവും ഞാൻ ചത്ത പറഞ്ഞ. ഓക്കെ അതല്ല ഫോണിറങ്ങി എന്റെ റൂമിൽ ഞാൻ ഒറ്റക്കാണ്. ഒരു പെണ്ണൊക്കെ സെറ്റാക്കാൻ റൂമിൽ തന്നെ. എപ്പോഴാണ് ലവറൊക്കെ വരാൻ പോണ്. ബ്ലിങ്ക് പറഞ്ഞാ വേണേ വീട്ടിലേക്ക് പോരുന്ന ബ്ലിങ്കിന്റെ. പക്ഷെ ഞാൻ പോണില്ല. വെറുതെ എന്തിനാണ്? അതോടെ അവള് തന്നെ അവനെ കളിപ്പിക്കുകയില്ല, എന്നെ കൂട്ടായില്ല, എന്നെ ഇൻവൈറ്റ് വിടില്ല. ഇതിന്റെ പേരെന്താ അത് കൊണ്ടേ എടേ ഞാൻ എന്തിനാ പറയുന്നറിയോ? അത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് അതായത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാൻ ചോദിച്ചു. ആ സർവത്തിന് അട്ടിട്ടാൻ തുടങ്ങി. ഞാൻ മറിക്കുന്ന നടന്ന്. അയ്യോ മഞ്ഞ വെട്ടിയാള് രണ്ടും വൈറ്റ്. രണ്ടുപേരും വൈറ്റ്. സർപ്പത്തിന്റെ അടുത്തുള്ളത് ബെയിറ്റ് ചെയ്യാനട്ടാ ക്രൗൺ ഇട്ടത് അവിടെ. എടേ പോടെ ഇറങ്ങി. അവളൊക്കെ ഇതുണ്ടായി തന്നെ പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസ്. അവള് ഫ്രൈഡ് റൈസ് കേട്ടില്ലാത്ര. ഉണ്ടായി വെച്ചപ്പോ പറഞ്ഞ എടാ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ല. ആശനെ കാണുന്നത് വെള്ളത്തിലാണ്. ആശയ കിടന്ന് കുലിങ്ങി നടന്നിട്ട് ഭയങ്കര കുലിക്കണ്ടല്ലോ ആശയ കാടിന്. ഹെൽപ്പ് ഇത് വേണോ? വേണം മാർക്കേ. ഇനിയും ഞങ്ങൾ മാർക്ക് തന്നെ അടിച്ചു തന്നില്ലോ. ഇനിയും ചത്തല്ലെങ്കിൽ എന്താ മോനസേ നോക്ക് ചെയ്താണോ? ആ അവിടുത്തെ കൊന്നു. ആ ഓടിയ മറ്റേതെടുക്കട കോബ്ര എനിക്ക് വേണം. നൈസ് പ്ലേ സർബത്ത് സ്റ്റെൽത്ത് മോഡിൽ നിന്നിട്ട് എല്ലാം കിടച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തതാ ടെക്നിക് ഒക്കെ. അതെ അവൻ പറഞ്ഞു കളിക്കണം. എൻ്റെ ഇടയിൽ ജെറിൻ പറഞ്ഞ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. വിചാരിച്ചില്ല. സർവത്തോടെ കയ്യെ കണ്ടി പോയിക്കണതാ. സർവത്തോടെ ചുമ്മാ കൈ വെച്ച് തടായിക്കൊണ്ടിരിക്കണോ റീബൂട്ടുകാരനെ. ജയ ഒരു സിനിമയിൽ കുതിരയെ തടാവും പോലെ ആശ അറിയാം. അതേപോലെ സർവത്ത് റീബൂട്ടുകാരനെ തടവിയത്. എടാ സർബത്ത മറ്റേ കണ്ണുകളല്ലേ? ഞാൻ ഒന്നുമില്ല. മിനീസ് ഉണ്ട് വേണോ? മിനീസ് ഉണ്ട് ആശ വേണം. അത് പോയില്ലോ.
സോണിൽ നിന്ന് പോയി. ചെറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ചെറിനാളെത്തിയാ ചെറിനാളെത്തിയോ? എൻജോയ്മെന്റ് ഞങ്ങൾ കറത്തെ നിന്റെ ഇത് വരുന്ന കറത്തെ എൻ്റെ അടുത്ത് എനിമി വരുന്നുണ്ട്. എനിമീസിന് എന്നെ കിട്ടൂല. എൻ്റെ ബോംബിയാ. ഇവിടെ എൻ്റെ പുറകെ വരുന്നുണ്ട്. മറ്റേ ഓഡിയൻ ചേർത്ത് വരുന്നുണ്ട്. എവിടാ നീ? ഞാൻ എനിമിന്റെ ബാക്കിലുണ്ട്. ചെറിനടുത്ത് ആവശ്യം 2 പേരുണ്ട് അവിടെ. അവിടത്തെ അടി അവസാനിപ്പിച്ചു. ഞാൻ സത്യം വന്നേ. ഞാൻ ചെറിന്റെ ആവശ്യം അടുത്ത് വരുന്നുണ്ടേ. ഞാൻ അങ്ങനെ വാ. ഞാൻ എങ്ങനെ പോവാ? എവിടെ? ബാക്കിൽ നേരം കാണില്ല. അതെ വണ്ടി പറ്റി ലാമേടെ വേണ്ട വിട് 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 കണ്ട വിട്. എനിമേടെ മാർക്ക് സറത്തെ സോണോട്ട് പോലെ ഞാനൊന്ന് എൻഗേജ് ആരെ തേടി എന്തിനാ അവർക്കോട്ട് വരണം? I need the answers. ഈ സോൺ കഴിഞ്ഞാൽ അടുത്ത സോൺ വരുന്നത് ഇവിടെ തന്നെ. അയ്യോ അതിന്റെ ബൗണ്ടിയാണോ? നല്ല ബിൽഡറാ. ആകാശത്തോട്ടൊന്ന് പോവാണ്. ആരോ ക്യാരി ചെയ്തിട്ടല്ല പോണ് കാണോ? ആ വാൾനട്ട് തന്നെ. അവൻ ബോളിന്റെ അവൻ ബോളൊക്കെ വെച്ചിട്ട് ജിമ്മിന്റെ നടന്നു കയറി. ഞാൻ അവന്റെ അടുത്തുണ്ട്. അവന്റെ കാടിന്റെ അടുത്ത് 3 പേരുണ്ട് അവിടെ. ബോള് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ അതിൻ്റെ അകത്ത് ചുമ്മാ കൂളായിട്ട് നടന്നു കയറി. സർബത്തിന്റെ കാട് ബുള്ളറ്റ്സും ഇല്ല പുഷ് ചെയ്യാനായിട്ട്. തേർഡ് പാർട്ടി അടിക്കാ. ഒരു വേറെ ആരൊക്കെ അടിക്കണ്ട്? തേർഡ് പാർട്ടി അടിക്കാ. പ്ലേയേഴ്സ് ആണ് ബിൽഡ് ചെയ്ത് പോണ്. അവൻ നോക്കിയത് വാളിനായിട്ട് നോക്കി ചെയ്ത് കൊടുത്തന്നെ. ഏതൊക്കെ പറഞ്ഞു എന്റെ ബുള്ളറ്റ്സ് ഇല്ല. ഞാൻ ബാക്ക് ഔട്ട് ചെയ്യാട്ടാ കേട്ടാ.
അടിക്കടാ എന്തുവാണ് ടീം എന്തോ ടീമാണ് വാളിട്ട് നോക്കണം മാർക്കേ ഞാൻ മാർക്കണം നിന്റെ കണ്ണ് നിന്റെ തൊട്ട് കണ്ടിരിക്കണ ഞാൻ മാർക്ക് ചെയ്ത് തരണോ നിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇതോ പോണോ അടുത്ത് സപ്പോർട്ട് വേണം 23 വൈറ്റ് ഇവിടെ സ്റ്റാറിനോടാ നീ സിനിമ കാണുന്നതാ ഞാൻ അവന്റെ കാർഡ് തന്നെ സ്വിങ് ചെയ്ത് വരുന്നേ ആ ഇത് നിന്റെ തൊട്ട് ഫ്രണ്ടുള്ള അവൻ അടിയുടെ ബാക്കിൽ നിന്ന് അടി വരുന്ന ബാക്കിൽ നീയല്ലേ ഒരാളോടെ ഉള്ളു അതിന്റെ ടീമേറ്റ്സ് ഒരാളോടെ ഉള്ളു വൈറ്റ് പിന്നെ വൈറ്റ് ക്രാക്ക് ഇവിടെ അല്ല അവിടെ അവരുടെ വേറെ പുഷ് ചെയ്യണ്ട നേരെ ഇവന്റെ കാർഡ് കാറ്റിക്കും തീർന്നു റൈപ്പായി സ്റ്റാർലോർഡ് ഇവിടെ മാറാം മറ്റേ ലോറി കിടക്കുന്നു സർബത്തെ റോറിയാണോ ലോറി ഞങ്ങളെ മലയാളീസ് തന്നെ അങ്ങനെയൊക്കെ പറയാം ഞങ്ങള് ആ ക്രാക്സ് ഇടക്കിടന്ന് കുലുങ്ങും എടാ മറ്റേ ക്രാക്സ് കിടന്ന് കുലുങ്ങാണ് ഇടക്ക് ഒരിടക്ക് കിഞ്ച് കിടന്ന് അല്ല കിടന്ന് കുലുങ്ങി ഷെയ്ക്കാണ് സ്ക്രീൻ കിടന്ന് ഷെയ്ക്കാ ഇന്റെ അല്ലോണോ എന്താണ് ഇവിടെ തീയല്ലോ ഒന്നുമില്ല ഒരു വെള്ള കളർ അല്ല മഞ്ഞ കളറില് മിന്നി പോണത് കാണുന്നില്ലേ നിനക്ക് ആരും കാണുന്നില്ല ഇല്ല ആശന്റെ ബഗ് ഞാനേ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്തോ ചാത്തന്റെ പരിപാടിയാണെന്ന് സത്യം എന്തോ ചാത്തന്റെ പരിപാടിയാണ് എടാ റെഡ് തീർക്കണോ വേണ്ടല്ലോ ലൈറ്റ് സേവർ അങ്ങനെയാണ് ഞാനും പോവാ അല്ലടാ നീ പറയട്ടെ നീ അവിടെ സ്റ്റെക്ക് ആവുന്നോണ്ട് നിനക്ക് കവർ ചെയ്യേണ്ടി വരാ ഇനി മനസ്സിലായി ആശേ നിനക്ക് കവർ ചെയ്യാൻ വേണ്ടി വന്നതാ നീ അവിടെ സ്റ്റെക്ക് ആവല്ലോ കുറച്ച് സെക്കൻഡ്സ് എടാ പറയാൻ പറ്റത്തില്ല ഇല്ല പോവാ ഇനി ചുമലുണ്ട് ഇല്ലല്ലോ അയ്യോ ബ്രൂട്ടലിൽ നമ്മളും ചേർത്തോണ്ട് കാർഡൊന്നും ആരും എടുത്തിട്ടില്ല ബ്രൂട്ടലിത്തെ ബോസിന്റെ വാൾട്ടൊന്നും ആരും തുറന്നിട്ട് അറിയാന് നമ്മളും ചേർത്തോണ്ട് ബ്രൂട്ടൽ അയ്യോ എനിമി രണ്ടുപേരുണ്ട് ഇപ്പൊ കാരണം വന്നത് എടാ രണ്ടേ നോക്ക് അടുത്തേക്ക് ഒരുത്ത ക്രാക്ക് ഒരുത്ത വൈറ്റ് ആണ് ഹെഡ് കൊടുത്തു ഞാൻ എടുത്ത് എനിക്ക്
ഞാൻ വരുന്നത് ആശ ഫ്രിഡ്ജ് പോണേ. നിക്കുന്ന വാശ ഫ്രിഡ്ജിക്ക് പോണ ഇങ്ങനെ. എന്തേ ഹാപ്പി ബർത്ത്ഡേ. കല്യാണപ്രായ എങ്ങനെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ചേച്ചിയുടെ ബർത്ത്ഡേ പടേ പറഞ്ഞതേ. ചെലവിട് ആശ ഫ്രണ്ടിലെ ഞാനാണ് ഞാൻ കൊണ്ടുപോകാനാ അത് വെയിറ്റ് ചെയ്യാൻ നിന്നെ. റീബൂട്ട് ചെയ്തേ വേറെ പോയി. ആശേ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാവന്മാരാ. ഞാൻ എങ്കിലും എനിക്ക് കാർഡ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സോണം വരെ കാർഡ് എടുക്കാൻ പറ്റില്ല. രണ്ടുപേരായിട്ട് നിൽക്കേണ്ടി വരും. ഞാനിപ്പോ ഡിസ്ട്രാക്ട് ചെയ്ത് നീ 3 കാർഡ് എടുക്കും. ഇല്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു. ഞാൻ വരുന്നത് എന്തായാലും സോൺ വരുമ്പോ അവന്മാര് പോവൂലോ. അപ്പൊ പിന്നെ കാർഡ് റീബൂട്ട് ചെയ്യാനുണ്ടോ? ഇവിടെ റീബൂട്ട് ഉണ്ടോ വെച്ചാൽ ഇവിടെ ആയിട്ട് റീബൂട്ട് വാങ്ങാൻ കാണണം. സോണിന്റെ എഡ്ജിലെ ചരി ഒന്ന് സോണല്ല സോണിന്റെ ഉണ്ട് ഇല്ല രീതിയിൽ. ഞാൻ മാർക്ക് തിന്നണ്ട. എവിടെയല്ലേ റീബൂട്ട് ചെയ്തോണ്ട് ഇവിടെ റീബൂട്ട് ചെയ്ത അടുത്ത 5 DPS ആണേ. നിങ്ങൾക്ക് പറഞ്ഞുതരാലോ അവിടെ ഇവിടെ ആരെങ്കിലും റീബൂട്ട് ചെയ്യണേ. അതിന് ഞാൻ തന്നെ പറഞ്ഞോ. ഞാൻ പോണു ആരും റീബൂട്ട് ആവണ്. ജെർണാണോ? ഓ എല്ലാത്തിനും ഞാൻ മാത്രം ഓടി ചാവണല്ലോ. ആശ ഒന്ന് ആശ എത്ര നേരം കൊണ്ട് വിളിച്ചു ഞാൻ. കളി ജയിച്ച മറ്റെടുത്ത് തുറന്നു നോക്കാം. കളി ജയിച്ചത് ഇത്ര നല്ല കളീന് അറിഞ്ഞത് കൂടി ഇല്ല. ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. എന്റെ എല്ലാം ഉണ്ടായിരുന്നു. ഒരാള് സപ്പോർട്ട് തരണ്ടേ. ഞാൻ എന്ത് ഒറ്റയ്ക്ക് കിടന്ന് എല്ലാം ചെയ്യണം. കാർഡ് എടുത്തില്ല, ആരും വന്നില്ല. കാർഡ് എടുക്കുക ആശന്റെ അടുത്ത് എത്ര പ്രാവശ്യം വിളിച്ചു. ആശ ഒരു ബാക്കപ്പ് തന്നത് ഞാൻ കാർഡ് എടുത്തോളാം. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് നീ ഞാൻ അടിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ ആശില വിളിച്ചല്ല. ആശ കാർഡ് എടുക്കാൻ എനിക്ക് ഒരു ഡിസ്ട്രാക്ഷൻ തന്നാ ഞാൻ എടുത്തോളാം. അടുത്ത റീബൂട്ട് അതും ഞാൻ ഒറ്റയ്ക്ക് പോയി. നീ എന്നോട് ബാക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടമഴി ഓടിച്ചിട്ട് കണ്ടമഴി ഓടലല്ല. എന്നെയാണ് ഓടിച്ചത്. കാർ നിർത്താതെ ഓടിച്ചോടിച്ച് എത്ര ദൂരം കൊണ്ടുപോയി. ആശിനാണ്ട് വണ്ടി എടുത്ത് വണ്ടി അതേ പോണേ. അപ്പൊ കയറി വണ്ടി വീണ്ടും പോണ് പറഞ്ഞേക്ക്. കേറി Pink Streak rap returns tonight. This rap was last seen March 31st, 2020. റാപ്പിലേക്ക് എന്തിരിക്കണ ആശേ? അതെ. Oh, Travis Scott returns today. ആടാ വിശ്വസിച്ചില്ലേ? ആണല്ലേ? വരുമെന്നോ? മൂഞ്ചിയല്ലേ? ആശൊരു ഇതെറിഞ്ഞോക്കിയതാ. തോട്ടിന് ഇതെറിഞ്ഞോക്കിയതാണ് ചൂണ്ട.
ഞാൻ ചൂണ്ടയെ കടിച്ചതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചത് തന്നെയാണോന്ന്. നീയുണ്ടോ ഐ ഫെയർമെങ്കില്? വരുമ്പോ ആശ എടുക്കുവോ? അതാ വന്നാ നാളെ. റാപ്പൊന്നും ഞാൻ എടുക്കില്ല. ഇല്ല, ട്രാവൽസ് സ്കോട്ട് ഞാൻ എടുക്കൂല. സ്റ്റാർ വാർസ് എടുക്കില്ലെന്ന് പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞ്. അല്ലടാ ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴേ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വീപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല 2 റാപ്പ് കിട്ടുന്നത്, 2 സ്കില്ല് കിട്ടുന്നത്. അത് ജന്മത്തെന്തായാലും കിട്ടൂല എങ്ങനെ പോയാലും. ആപ്പിലൊക്കെ എന്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ചെറിയ ഞാൻ പാർട്ടി ഇരിക്കുള്ളൂ. ഇതേപോലെ വേറെ ആരോടോ പോയി പറഞ്ഞോക്കണേ. 5 സ്കിന്ന് കിട്ടും. എന്തരുത് ആലോചിച്ചപ്പോ ഇതൊക്കെ ഭയങ്കര ലാഭമാണ്. ഒരു സ്കിൻ തന്നെ 1000 വീപ്സ് നല്ല ലാഭം. 3 സ്കിന്ന്, 2 റാപ്പ്, ഇമോട്ടിക്കോൺ, 3 ലെവലപ്പ്, ബാക്ക് ബ്ലിങ്, മറ്റേ മോളിയോന്റെ സ്കിന്ന്. മോളിയോന്റെ അതാ മറ്റേ മോളിയുടെ സ്കിന്ന്. മോളിഞ്ഞ അറിയൂലേ? അയ്യേ, ഡാർക്ക് മോളിഞ്ഞ അറിയാത്ത മണ്ടൻ. ഇത് വേറെ മോളി. അതന്നെ എന്തോന്നേ എപ്പോഴും ഇവിടെ നല്ല ആളുകൾ ലാൻഡ് ചെയ്തു. ഞാൻ പാട്ട് പാടല്ലേ? എന്നെ സഹിക്കണം, സ്വന്തം ടീമേറ്റിനെ സഹിക്കണം. എന്തത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നല്ലേ? അല്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലാണ്. എന്തിനു പോണെന്നറിയാമോ? കൾച്ചർലെസ് തിങ്സ്. വൈറ്റത്തടിപ്പാട്ട് കൾച്ചർലെസ്സോ? It's also a job. But I don't like that job like that and all. Oh, you want American president കാല് വരുമോ? No bro, I'll be taking any IT technology and real players ആട്ടോ. Hey, who says not enemy? ഇതിലെ ആരും ഇല്ല. ക്രൗൺ കണ്ടിട്ടല്ലോ. ക്രൗൺ ആരെടുത്ത്? ഇതെന്റെ തലയിലേക്ക് ആരും എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ടീമുകൾ, നമ്മുടെ ടീമല്ല, വേറെ 2 ടീമുണ്ട്. സ്റ്റാർലോർഡ് അതിശയം എടുക്കൂല. മഞ്ഞ വീട്ടിയാള് ആശയുടെ ബാക്കിയുള്ള മഞ്ഞ വീട്ടിയാള്. ആശ മഞ്ഞ ബാക്കിയുള്ള മനസ്സിലായി എവിടെയാന്ന്. ഷോട്ട് ഗണ്ണ് വെച്ചിട്ട് ഞാൻ എന്തോന്ന് ചെയ്യാനാണ്? ഞാൻ തണ്ടർ സ്പിയർ വരെയാണ് അണ്ണാക്കി കൊടുത്തോന്റെ തണ്ടർ സ്പിയർ. എന്നിട്ടാണ് വന്നിട്ട് ബുള്ളറ്റ് എന്റെ അണ്ണാക്കിലടിച്ചത്. ഇവിടെ കിടന്ന് പൂണ്ട് മഞ്ഞോട് കണ്ടാ ഒരു നോക്കായി. എന്റെ AR ഇല്ലാന്നേ പോവാനായിട്ട്. അതാ വലിയടി ആശ, വലിയടി. ഞാൻ എന്ത് ചെയ്യണ? 1v1 ആണ് അവിടെ. ഓ നോക്ക് അവൻ ലിറ്റാശേ. ആശാശതാ എനിക്ക് വ്യൂ ഇല്ല ഇവിടുന്ന്. ഇങ്ങനെ പുഷ് ചെയ്യും. എന്തായി? ഞാൻ ചത്ത്.
ചത്തോ അതോ അവൻ ചത്തോ? അവനെ കൊന്നു എങ്ങനെ ബെയിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ടീം വന്നു ചാലോടെ വേറെ ടീം ഉണ്ട് കേട്ടോ. അവിടെ അവിടെ ഹീലിംഗ് നടന്നോണ്ട് അവിടെ എവിടെ ഒന്ന് അടിക്ക് അവിടെ മറ്റേ സ്ലർപ്പ് വാരിൽ വെച്ചെടുക്കാണ് കാണൂടില്ലേക്കാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് ചാലോടെ. അയ്യോ ഞാൻ വിളിക്കുന്നേ ഇപ്പൊ രാവേ തുടങ്ങണമെന്നില്ല അടിക്കാന്. അയ്യോ നീ പോയില്ല പെട്ട് 11 6 ഞാൻ മൂഞ്ചു മുറ്റേക്ക് സത്യം സർപ്പത്തും വന്നു. ഒരു ബിരിയാണി സർപ്പത്തിന്റെ മുകളിലുള്ള ബൈറ്റ് ഒന്നാ അയാൾ കണ്ടത് ആരെങ്കിലും അയാറമ്മോ ഇല്ല. പക്ഷേ ഇവിടെ തന്നെ ഭയങ്കര ദുഃഖമായ ഇതാണ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എൻ്റെ അടുത്ത്? ആരുമില്ല. എൻഗേജ് ചെയ്യണ്ടല്ലേ? അല്ല സർവത്തിന്റെ കാർഡ് അങ്ങനെ എടുക്കുന്ന ആലോചിച്ചിരിക്കുകയാണ്. സർബത്തിന്റെ കാർഡ് എന്റെ കൺമുന്നിലാണ്, പക്ഷെ എനിക്ക് നടക്കുമ്പോ അങ്ങോട്ട് പോയില്ലേ ചേർന്ന് നല്ല കഥ പറഞ്ഞേ. ഇതാ ടീം സപ്പോർട്ട് ഇല്ലേ അതുകൊണ്ടാണ്. ടീം സപ്പോർട്ട് ഇല്ലാത്ത പ്രശ്നം നമുക്ക്. ഇവിടെ എനിമിയാശേ കാർഡ് എടുക്ക്. കണ്ടില്ല. അടിപൊളി പ്ലെയർ. സ്റ്റാർലോർഡ് നീ ആണെന്നത് വൈറ്റ് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ അവിടെ പോയിട്ടുണ്ട്. നിനക്ക് ഓഗ്മെന്റ് വരുമ്പോഴേ ബുഷ് വാരിയർ എൻ്റെ എടുക്കാൻ പറ്റുമോ? എഡിറ്റ് ചെയ്ത് പോകാവോ? താഴെ എഡിറ്റല്ലടാ നിന്റെ വളല്ലത്. പൊട്ടിച്ചു അറിയില്ല. ചെലപ്പോ അത്ര ഫാനല്ല, എന്നാലും ചെലപ്പോ വൈറ്റ് എന്റെ ബുഷിലുണ്ട് അവിടെ മെറ്റിട്ടുണ്ട് അവിടെ മെത്തിക്ക് സാധനം അവന്റെ എനിക്ക് എത്താൻ പറ്റുമെന്ന് അറിയണില്ല. കടി വന്നോണ്ട് കണക്കറിയോ? അല്ല പ്ലേയേഴ്സ് അവിടെ കൊടിയൊക്കെ പൊക്കി അവിടെ. ചേർന്ന നിന്റെ അടുത്തല്ലോ വൈറ്റില്ലുണ്ട് ചേർന്നേ. ഉണ്ട് 3 ക്ലോപ്പർ ഉണ്ടായിരുന്നു, അവന്മാരെടുത്തോന്ന് അറിഞ്ഞൂടാ. നല്ല എനിമീസ് അവൻ എടുക്കല്ലേ. ചാർജ് അടാ വൈറ്റില്ല. ഞാൻ മുഞ്ച് വൈറ്റില്ല ഇഞ്ചേര്. എവിടെ എല്ലാ സ്ഥലം അറിയാം എവിടേക്കാണ് എന്തൊക്കെ ഉണ്ടെന്ന്. വൈറ്റ് കിട്ടിയാ
സോണ് മാർക്കേ. സർപ്പത്തിനൊന്നും അറിഞ്ഞൂടാ അതെ ഒന്നും അറിഞ്ഞൂടാ. കണ്ടുമ്പോഴത്തേക്ക് ഒരാളങ്ങ് അങ്ങ് പഞ്ചായത്തില്. അതെ ഞാൻ ടെക്നിക്കായിട്ടാണ് കളിക്കുന്നത്. അതെ അതാ ചട്ടപ്പ് മനസ്സിലായി. ചാവാത്ത ആരാണ് നീയല്ലേ ചാവൂര്? അതെ 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 ഞങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പൊ ഒരു 4 പേരെ പിടിച്ചു നിർത്താന്ന് എനിക്ക് പറ്റില്ല. അത് റിയൽ പ്ലേയേഴ്സിനാ. 4 പേരെ എന്തിനാ നല്ല പ്ലേയേഴ്സ്. അതിപ്പോ എനിക്ക് അറിഞ്ഞതല്ലോ അവന്മാരവിടെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞു ക്ലാസ് ഉണ്ട്. വേറെ റീബിൾസൺ മാർക്ക് ചെയ്യോ? എന്റെ ഇതില്ല, ഹീലില്ല. വേറെ റീബിൾസൺ മാർക്ക് ചെയ്യോ? 33 റേഞ്ചില് മാർക്ക് ചെയ്ത് പോ. 400 മീറ്റർ പോ. 400 മീറ്റർ. ആശ്വിൻ എവിടെയാണ് മാർക്ക് ചെയ്തത്? ഗ്ലൈഡർ ഒന്നും ഇടാതടാ. ഇവിടെ ഹീലുണ്ടോ? അവിടെ എടുത്ത ചെസ്റ്റിന്റെ അടുത്ത് ഒരു തുറ. എടാ ഇട്ടിട്ട് മണ്ടത്രേ കാണിക്കും. ബിൽഡില്ല. 30 ഉണ്ടല്ലോ, അത് മതി. അയ്യോ പൊട്ടിക്കണ്ടില്ലേ. ഇതെന്തോടെ ക്രൗണിന്റെ കൂമ്പാരും ആൻവിൽ. ഞാൻ മാർക്ക് നിർത്തുവോ? അസുഖം തന്നെ. കുറച്ച് പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട എല്ലാരും PS ആൾക്കാരാ. റിഹാനുണ്ടായി എന്റെ പരിചയത്തിനൊക്കെ എന്നാ പറയണ്ടായി. ഞാൻ പറയുമ്പോ സ്റ്റാറോടെ അവിടെ റീബൂട്ട് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞെടുത്തു റീബൂട്ട് ചെയ്യും. അവിടെ പോയി റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ റീബൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൂട്ട് ഐലൻഡിലും കയറാം. അവിടെ ചെന്ന് നമുക്ക് മിത്തിക്ക് ഇത് പൾസ് എടുക്കാം. എല്ലാം പ്ലാൻഡ് ആണ് ഞാൻ പറയണത്. PS4 കൊണ്ട് എന്ത് ഗുണോടാ. ഞാൻ ഇപ്പഴായിരുന്നു ഈ ബ്രൗസറിൽ പോയി നമുക്ക് IPL കാണാൻ പറ്റുമെന്നോ? പിന്നെന്താണ് എനിമി ലാൻഡ് ചെയ്തൂടെ? ഞാനിവിടെ എല്ലാ കളിയും കാണുമ്പോ PS4 സിനിമയും കാണാം. സൈറ്റിൽ കയറി എനിമി തറാ ഏത് സിനിമയും കാണാം. സൈറ്റ് ഉണ്ട്, അതിൽ കയറാന്. വേണ്ട പട്ടനോടെ ആള് വരുന്നുണ്ട്. ഇതെന്താ ഒരു ക്വാളിറ്റി രണ്ട് കളിപ്പിച്ച് കേറിയിരാടി അത്ര ഒന്നും നോക്കണ്ട. SMG ഇല്ലടാ, SMG ഉള്ളു ഇഞ്ചില്, വേറെ ഒന്നും വേണ്ട ഒരു കാര്യമില്ല. ഒന്നുകൂടെ നോക്ക്. ഫാസ്റ്റ് പറയാൻ പോലെ ചെയ്യാം. എടാ കളി കഴിയുമ്പോ ഒന്ന് പറയണേ. അവന്മാര് വെയിറ്റ് ചെയ്യായിരിക്കും മിക്കതും നമ്മളല്ലേ. അത് സത്യം, ഒരു ഹൈ റേഞ്ച് ചിലപ്പോ പെട്ടിട്ടുണ്ടാവും. നമ്മള് റീബൂട്ടാൻ വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യായിരിക്കും. അതായടാ വെയിറ്റ് ചെയ്യാതെ. എന്താ ഞാൻ പറഞ്ഞില്ല വെയിറ്റ് ചെയ്യരുത്. പറഞ്ഞല്ലോ ആശന്റെ അടുത്ത് വന്നപ്പോഴാ കണ്ടത്. സർബത്തെ എന്നെ വിളിക്കും. ഓ സർബത്തെ ഓട്ടായിരുന്നു. എന്നെ ചതിച്ചടാ സ്പോർട്സ് ട്രാക്ക്. എല്ലാരും തൊട്ടടുത്തുണ്ട്.
എന്തായാലും പരീക്ഷണം വിജയിച്ചേർന്നെ ജയകരമാണ്. അതിനകത്തെല്ലാം കാണാം. കാലം പോയപ്പോ നിങ്ങൾ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾ റീബൂട്ട് ചെയ്യാം. മെഡിക്കറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾ റീബൂട്ട് ചെയ്യാം. സർബത്തിനും കൊടുക്കട്ടോ മെഡിക്കറ്റ് സ്ഥലത്തിന്റെ അടുത്ത് മെഡിക്കറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടേനുവാ. സ്ഥലത്തെ മെഡിക്കറ്റ് കിട്ടിയാ? ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചു തരാട്ടാ, എങ്ങനെയാണ് പ്ലേ സ്റ്റേഷനിലേക്ക് കളിയാന്ന് ഓളിച്ച് നോക്കണേ. ഇവര് നമ്മള് വെയിറ്റ് നിക്കടാ വരാൻ വേണ്ടിട്ട്. മറ്റേ ടീം തന്നെ തോന്നണ്ട പ്ലേ സ്റ്റേഷനാണ്. സ്ഥലത്തെ നിന്നടിക്കാൻ വേണ്ടി മലഞ്ഞ പണിയാ നിക്കണതാ. അവ പറ്റിയ സാധനം പെടും. നിന്റെ തലന്റെ വില കൂടെ വന്നടിക്കും. മറ്റേ കോച്ചല്ല സ്കിൻസാ, കോച്ചല്ല സ്കിന്നാ. 5 DPS അടുത്ത് 5 DPS എടാ. ഞാൻ സർവേ ചെയ്ത് എന്നെ അടിക്കാൻ പുറകെ വരുന്നുണ്ട്. സർപ്രൈസ്. എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരു ഇമോട്ട് ഇട്ടാടെ അടിക്കണ ചാവണ മുന്നേ ചേർന്ന് ഇമോട്ട് ക്രൗഡ് വിക്ടറി ഇമോട്ട് ഇട്ടാ? അല്ല 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 മറ്റേ ഇമോട്ട് ഡാൻസിങ്. ആടാ ഞാൻ 20 വരാവേ. ഞാൻ ഇവന്റെ ഒപ്പം കളി ഇപ്പൊ കളിച്ചോട്ടെ. സാൻചുറി കളി ആറട്ടെ. ഇല്ലടാ ഞാൻ ഇവിടെ കളി കണ്ടോണ്ടിരിക്കുന്നില്ല. ഞാനിവിടെ PS കളി കണ്ടോണ്ടിരുന്നേ. അല്ലേ ഞാൻ റെഡിക്കണെങ്കിൽ ഓക്കെ. അയ്യോ ഞാൻ ഇത് ചെയ്യണ്ടേ സിറ്റ് ഔട്ട്. ഞാൻ അയച്ചേക്കണ വീഡിയോ നോക്കടാ. എടാ എന്നെ ഒന്ന് കിക്ക് നോക്കിയത് പ്ലേ സ്റ്റേഷൻ ആണെന്ന് കണ്ടാ തോന്നുന്നു. കണ്ടാ പറയോടാ. ഈ കുഞ്ഞു സാധനത്തിൽ ഇത്രയും അടിപൊളിയായി കാണാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ അത് വേറെ പലതും കാണാട്ടെ. എല്ലാം കാണാൻ പറ്റടയില് ശരിയാട്ടെ. ഞാൻ നോക്കി എന്നെ പറയട്ടെ. അല്ല സാൻജോ സാൻജോ നമ്മള് തകടാ. എന്താ സ്റ്റാർലോഡ് കേട്ടില്ല? എല്ലാം കാണാൻ പറ്റടയില്. ആ അതാണ് എന്തൊക്കെയാണ്. അതിന്റെ റീജിയൻ മാറ്റിക്കന്നെ നമുക്ക് VPN ഒന്നും വേണ്ട. എന്റെ മോന് ഇന്ത്യ ഇത് US കിടക്കണം. ആശയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാപ്പല്ലേ? ആശനൊക്കെ ലാപ്പിലിരുന്നാണല്ലോ. ആശ എന്തിട്ട് കാണണേ? അതെന്താ സ്വന്തമായിട്ട് മാരുതി കാറിലൊരു പെൻസ് കാണാൻ പാടുന്നു. ഭാഷ കേക്കണ്ട.
എന്നും മാരുതി കാർ മതി. ഇടയ്ക്ക് ഫെറാറി, ഇടയ്ക്ക് ലംബോർഗിനി, മാറി മാറി ഓടിക്കും. ഇടയ്ക്ക് ഹാർലി ഡേവിഡ്സൺ ആവാ. ഒരേ വണ്ടി തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ മതിക്കൂല കുറച്ച് കഴിയുമ്പോൾ. കണ്ടായിരുന്നേ ഇന്ന് IPL കണ്ടതിനകത്താണ് ഞാൻ. ഞാൻ വോയിസ് അയച്ചിട്ട് വരാം. ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ നോക്കണം. പറ്റില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്ലേ സ്റ്റോർ ഉണ്ടോ? പ്ലേ സ്റ്റേഷന്റെ ഇതിന്റെ പ്ലേ സ്റ്റോറിന് അതിനകത്തൊന്നുമില്ല. നീ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട്? വല്ലാത്തൊരു ഉപകാരം ഉണ്ടോ? എന്താണ്ടൊക്കെ എന്താ കാണിക്കുന്നത്? എന്താണ്ടൊക്കെ കാണിക്കണ്ടേ? അയ്യോ ഉറക്കാൻ പറ്റത്തില്ലോ. കളി എവിടെയാണ് ഇറങ്ങണ്ടേ? കളി എവിടെയാണ് ഇറങ്ങണ്ടേന്ന്? ഞാൻ വന്ന്. ആഹാ മോജികളുണ്ടല്ലോ കളിക്കാൻ. കണ്ടത് കമന്ററി ഭാഷ കമന്ററി അറബി ഇംഗ്ലീഷ് ഉണ്ട്. കമന്ററി ഇടക്ക് നിങ്ങളുടെ ഒച്ച കേൾക്കാല പാർട്ടിയിൽ. ഇത് കേട്ടിട്ട് ഞാനും കുറച്ച് അറിഞ്ഞു. എടാ സ്റ്റാർലോർഡ് മൂബറാടാ അർത്ഥം എന്താടാ? ഉബറ ഞാൻ പറയട്ടെ. മനസ്സിലായില്ല. ഊബറ ഏറ്റവും കൂടുതൽ എന്തിനു യൂസ് ചെയ്യണമെന്ന് ഈ കൗണ്ടറിൽ ഏറ്റവും കൂടുതൽ നേരം അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് മൂബറാണ്. ഞാൻ പറയട്ടെ, ഡെയിലി അമേരിക്ക അവിടെ ഇവിടക്കൊക്കെ ഒരു മെയിൽ ആക്കുന്ന ഒരാൾ നമ്മളെ പാർട്ടി നിൽക്കുമ്പോ എന്നോട് ചോദിക്കണ് ആശ് ആമസോണിന്റേതാണ്. അയ്യോ പ്ലെയറ് അടി അത്രയുള്ള ആശേ. അയ്യോ ആശേ അടി ആശേ ഓടാശേ റൺ ബേബി റൺ. നല്ല അറിയട്ടോ ആശേ, ഓടിക്കോ. അങ്ങോട്ട് പോലെ ആശേ. അത് സാറ്റർഡേ ഇല്ല ഇപ്പൊ. അത് വേറെ ഏതോ രാജ്യത്തുണ്ട്. അതിന് പോലെ അറിയാൻ അങ്ങോട്ടേ പോലെ. ഒരു വോയിസ് അയച്ചിട്ട് വരാ. വെയിറ്റ് മാർക്ക് ചെയ്താണ്. ഞാൻ അങ്ങോട്ട് വരാം. എവിടെ പോയാലും ആശ അടിയാലോ. അത് ജീവിക്കാൻ സമ്മതിക്കില്ല ആരും. പെട്രോൾ പോയി ആശ അങ്ങോട്ട് പോയില്ല. ആശ വീണ്ടോ അവിടെ ഇങ്ങനെ പൊക്കം ചെയ്യില്ല. അവിടെ ആരുമില്ല. എന്റെ കാറിന്റെ അടുത്ത് ആരുമില്ല. ഇല്ലെന്ന്
നിന്നെ കൊന്നില്ലേ? ആളില്ല, മൊത്തം ഫുഡ് സ്റ്റെപ്പായി പരിസരം. പുറത്തല്ല, അകത്താണ്. കാലിട് പോയി അവിടെ അകത്തറ സർവത്തെ പറഞ്ഞാള്. ഇവിടെ അകത്തറ സർവത്തെ, ഇവിടെ അല്ല. ഇടയ്ക്ക് എടുക്കാം, നീ സമാധാനിക്ക്. 10 മീറ്റർ ഉള്ളു പക്ഷേ എടുക്കാൻ നിൽക്കുന്നത്. കണ്ട പ്ലെയർ ഒന്ന് ഇത്ര ഉള്ളു. റീബൂട്ട് എക്സ്പെർട്ട് പറഞ്ഞ കേള്. അത് മണ്ടത്തരമാണ്, രണ്ടുപേരും കൂടി കയറിപ്പോണത്. സർവത്തെ വാ 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 ഇവിടെ വാ വാ വാ. സർവത്തെ കിട്ടാണ് പോണെ. ദേടാ ബാക്കിലടാ വരുന്നു. ഞാനെന്ത് വേണ്ട വേണ്ട, ഞാനിപ്പൊ കളിക്കാൻ പോയില്ലേ ARB എന്ന് പറഞ്ഞ. അവന്റെ ഗെയിം എത്രയാണെന്നാ പ്ലേ സ്റ്റേഷനിലുള്ള 297. അല്ലാണ്ട് അയ്യോ ഇതവിടുന്ന് വണ്ടി നീയായിരുന്നോ? വാ വാ ബിൽഡിംഗ് രണ്ടുപേരും കൂടെ ഒരുമിച്ചേക്കാം. എന്റെ ഏറ്റവും കൂടുതൽ ഇതുള്ളത് റോണായിരുന്നു. ഇപ്പൊ ഇവനായി കയ്യൊക്കെ ആശ അങ്ങോട്ട്. ആ ശേഷം മാറ്റി കയ്യേക്കാനങ്ങ് വണ്ടി ഓടിച്ച് ക്ഷീണിച്ചടാ. വണ്ടി ഓടിച്ചിട്ടോ വന്നൊരാളുടെ എൻഗേജ്മെന്റ് ആണ് നാളെ. ആശ ഉണ്ട് ഇതിനുള്ളിക്കാ ഇത് ഇവിടേക്ക് ബാക്കിക്ക് ഈ സാധനം പൊട്ടിക്കാൻ വേണ്ടി ജസ്റ്റ് പൊട്ടിക്കാൻ. ആ ബ്രിഡ്ജിന്റെ അവിടെ ഉണ്ട് ആളെ. ബ്രിഡ്ജ് വഴി ചാടി വരുന്നു. മറ്റേ സ്റ്റോൾ എടുക്കാൻ വരിക. ഇവിടെ മറ്റേ ലൈറ്റ് ടേബിൾ എടുക്കാൻ വന്നു. അല്ലല്ലല്ല ക്ലിന്നൊക്കെ അടിച്ച് വരും. നിങ്ങളെ കണ്ട നിങ്ങളെ സൈറ്റിലല്ലോ. ഹലോ ഗണ്ണർ എടുത്ത് കഴിഞ്ഞാൽ എടുക്കുവോ സ്റ്റാർലോടെ? ക്യാരി ചെയ്യാൻ സ്പേസ് ഇല്ല. പക്ഷേ ലോഞ്ചറൊക്കെ എടുത്തു. ലോഞ്ചർ മറ്റേ സാധനം പറന്നുപോണ സാധനം എടുക്കണേന്. കിട്ടണമേ. ഇതാണ് അടുത്തെടുക്ക്. ഡ്രോപ്പ് എന്തിന്റെ സ്നൈപ്പറിന്റെ പ്രതികാരം കേൾക്കണം. അടിയായിരുന്നു പക്ഷേ നോക്ക്. മുമ്പോട്ട് നല്ല കാര്യമില്ല. പക്ഷേ അത് 126. പക്ഷെ വൈറ്റ് 126.
അവരുടെ ലൂട്ട് എടുക്കാം. എന്ത് ചോദ്യം എടുക്കാന്നോ അടുത്ത് നമ്മൾ ഞാൻ ഇരുന്നടിക്കട്ടെ അതിൻ്റെ ആ തൊട്ടടുത്ത് വെച്ച് ലൂട്ട് ഉണ്ടായിരുന്നല്ലേ അവിടെ. ആദ്യം അടുത്തു പിന്നെ ദൂരെ പോ അടുത്തു വന്നാട്ടെ. നിങ്ങൾ രണ്ടുപേരും എവിടെയാണ്? പക്ഷെ അടിക്കുമ്പോ നമ്മളൊക്കെ ഉറക്കായില്ല. നിനക്ക് ഇവിടെ ഫുൾ ഷീൽഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ വൈറ്റപ്പ് ആര് തരും? പക്ഷേ വൈറ്റ് അയ്യോ നിന്റെ വൈറ്റ് എത്രയായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിക്കൻ കടിച്ചു കളിക്കട്ടെ. സ്നൈപ്പർ ഉണ്ടോ? പക്ഷേ ഇല്ല, 0. വെയിറ്റ്. ആ അടിച്ചോ. വേണ്ട അടിച്ച് അത് വേസ്റ്റ് ആവണ്ടേ. പ്ലേയേഴ്സ് ആണേ. പ്ലേയേഴ്സ് ആയിരുന്നോ? ആടെ ഞാനും നോക്ക്. അല്ല ബോട്ടാണ്. ഒരുമിച്ച് കാശം എന്തൊക്കെയുണ്ട് ആശയ വിശേഷം? അങ്ങനെ സുഖമാണോ? വേണമെങ്കിൽ ഞാൻ കൈ വെക്കാട്ടോ. അടുത്താ എടാ ഇവരൊക്കെ ഇവിടെ. സർവത്ത് ഇവിടെ എറിഞ്ഞത് അങ്ങ് ടീം സപ്പോർട്ട് ചാച്ച. ഇതാ പ്രശ്നം നമുക്ക്. എന്റെ നെറ്റ് പോയിട്ടിരിക്കുവായിരുന്നേ. എന്തോ ഭാഗത്തും ഗെയിമിന് കിട്ടായില്ല. സർബത്ത് ബ്രോ കാർഡെടുക്കാൻ വരെ ബ്രോ. ഞാൻ കുറച്ച് ദിവസം റീബൂട്ട് എക്സ്പെർട്ട് വിരമിക്കാൻ പോകും. ഞാനാ മെഗാസെറ്റിന്റെ അടുത്തായിട്ട് ഇടും. മെഗാസെറ്റ് മറ്റേ ട്രാക്കില്ല വണ്ടി ഓടിച്ചോളിക്കുന്ന ആ ട്രാക്കിന്റെ അവിടെ. അപ്പൊ സോണ് പറയും അതുകൊണ്ടാ. കുറച്ച് നേരത്തേക്ക് ലീവ് എടുക്കാൻ പോകും. റീബൂട്ട് എക്സ്പെർട്ട് ജോബിൽ ആരുടെ കാർഡാണ് കുട്ടിയാണ്? എന്റെ കാർഡ് എങ്ങനെ കിട്ടി? ഇതെന്താണ് വെടിയും പോകേണ്ട സൗണ്ട് കേൾക്കണ്ടല്ലോ? അല്ല എന്റെ കാർഡ് കുറച്ചില്ല. അവിടെ എന്റെ കാർഡ് എടുത്തൂടെ? എടാ സർബത്തെ ആ SMG എടുത്തോ. SMG എടുക്ക്. SMG പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്പീഡിൽ ഓടാൻ പറ്റും. എപ്പോഴും ഫുൾ ടൈം SMG ഹോൾഡ് ചെയ്തില്ല. അല്ല അവിടെ എനിമി വരും. ഇവന്റെ കാർ തൊട്ടടുക്കാം. അല്ല 247 മീറ്റർ ദൂരത്താണ്. വേറെ കറക്റ്റ് നടുക്ക് പോയാൽ ചത്തായിട്ട്. അല്ലെങ്കിൽ ആൻവില്ലുണ്ട്, ഇതുണ്ട്. പന്ന കോഴി
നിന്റെ ഓഡിയം ഗിയർ ഉണ്ടല്ലോ എടുക്കുക വരിക. മനുഷ്യന് കോൺഫിഡൻസ് ഒന്ന് കൊല്ലാൻ കൂടെ പോകും. എടാ നിന്നെ കൊണ്ട് പറ്റോടാ തന്നെ നൈസൊരു കാർ എടുക്കുക ഓടിങ്ങനെ എടുത്ത ഒറ്റ ഓട്ടം എനിമിയുടെ ഫൈറ്റ് ചെയ്തോണ്ട് എടാ പൂമ്പ് ഓടിങ്ങനെ ഇടരുത് എടാ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് എടാ പൂമ്പ് ഓടിങ്ങനെ ഇടാൻ വരുമ്പോഴല്ല ഓടിങ്ങനെ റിലോഡ് ആവടാ ഒരു 5 സെക്കൻഡ് അതിന് വെയിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ എടാ എല്ലാവർക്കും ഉണ്ടാവടാ വിട് വിട് ചേർന്ന വിട് 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 ചെക്കായതാവും. 60 മീറ്റർ പോലും ഇല്ലായിരുന്നു അതിൽ അത്ര ഓടി കയറുന്നത്. എടാ ചിലപ്പോ ചെക്കായി പോയതോ ചിലപ്പോ ഓനിക്ക് എന്തെങ്കിലും ഗെയിം പ്ലാൻ ആയിരിക്കും. അത് പോയിട്ട് ഗെയിം പ്ലാൻ ആയിരിക്കും. കുഴപ്പമില്ല പോട്ട് മണ്ടത്തരമാണ് കുഴപ്പമില്ല പോട്ട് ചക്കായെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലും ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കും അവിടെ എത്തിയിട്ട് അവിടെ അവർക്ക് അങ്ങനെ ആവാൻ അങ്ങനെ പോയിണ്ടാവാം. എന്നാലും അവര് വേറെ ഫൈറ്റിലായിരുന്നു. പിന്നെ അവനെ കൊന്ന് 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 ഓടിയെ കയറിട്ടൊന്നും അടിച്ചത് അവന്മാരടിച്ചത് അല്ലെങ്കിൽ അവന്മാരടിക്കൂലായിരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ചത്ത് ചത്ത് അവര് ചെത്ത് ചത്തപ്പോഴത്തെ ഓടിയും കയറിട്ട് പറഞ്ഞു വിടറേ വിടറേ അവന് അവനക്ക് എന്തെങ്കിലും ഗെയിം പ്ലാൻ വെച്ച് പോയതാവേ. മറ്റേ കൗക്യാച്ചർ ഇടിച്ചെറുപ്പിച്ച് അങ്ങോട്ട് പോയിരുന്നു എല്ലാ സാധനം എടുത്തു. കൗകാച്ചർ എന്തെങ്കിലും അവിടെ ഇടിച്ചേ ഇത്ര സ്ട്രോങ് സാധനം ഉണ്ടാ പക്ഷെ മറ്റേ നമ്മളെ ഫോഴ്സബിലിറ്റി ചെയ്തു തള്ളി വെക്കാണ്ട് പറഞ്ഞു അപ്പുറത്തേക്ക്. എടാ എനിമിന്റെ കാണാൻ നിക്കാൻ നമുക്ക് പറ്റും. ഇല്ല എനിമിയുടെ കാണാൻ പറ്റില്ലല്ലോ നമുക്ക്. അതെ നമ്മള് ഊഹം വെച്ചടിച്ചാൽ ചിലപ്പോ പോവാണ്ട് പോവായിരിക്കും. വെള്ളത്തിൽ വീട് കഴിഞ്ഞാൽ നമ്മുടെ ഒഴുകി പോവാറില്ലേ. ഈ കളിയും കൊണ്ട് ഞാൻ ഇറങ്ങും. അല്ലല്ല അക്കൗണ്ട് പറയണേ വീട്ടിൽ കറ എന്ത് കഷ്ട എടാ ചേർന്ന ഇക്കൊരു കഷ്ടായിട്ട് തോന്നില്ലടാ ഒരു ഇത് തോന്നില്ലേക്ക് സുഖമല്ലടാ. ഞാൻ പറയണേ അവര് കളിക്കുന്ന സമയത്ത് അവര് കളിക്കണം ഞാൻ കളിക്കുന്ന സമയത്ത് ഞാൻ കളിക്കുന്നത് അത്രേ ഉള്ളൂ. നീ കളിക്കുന്ന സമയത്ത് അവര് കയറണത് അങ്ങനെയാണ് ഞാൻ രാവിലെ തൊട്ട് രാത്രി കളിക്കണ്ട അതിൽ ഏത് സമയമാണ്. എന്നാലും നമുക്ക് സ്വതന്ത്രമായിട്ട് എപ്പോഴും എടുക്കാമല്ലോ അല്ലേ ആശ. അല്ലാതെ ഞാൻ എന്റെ ബ്രദറിനൊക്കെ ഞാൻ ലിങ്ക് ചെയ്താ അങ്ങനത്തെ നടന്നോട്ടെ. ബ്രദറിനുള്ള വിശ്വാസമൊക്കെ ഉണ്ട് അത്രയും. ഇല്ല വിശ്വാസത്തിൽ എന്താണ് കാര്യം അതൊരു വിശ്വാസം വേറെ ഇത് വേറെ. ബ്രദർ അടക്കാണ് ഫോട്ടോച്ചൊക്കെ എടുത്ത് കളിച്ചിട്ട് കളിക്കണാണാ. എങ്ങനെ മനസ്സിലാവുന്നല്ലോടാ ഫോട്ടോച്ച് കളിച്ചത് തന്നെ മനസ്സിലാവുന്നറിയോ. ഞാൻ വന്ന് നോക്കുമ്പോ സൗണ്ട് സെറ്റിങ്സ് ഫുള്ള് മാറി കിടക്കുന്നുണ്ടാവും. ഇല്ല അവിടെ അവിടെ അല്ലല്ല ബ്രദറിന്റെ വീട്ട് അവിടെ നിക്കുന്ന സ്ഥലത്തെ ഒരു റൂമാണ് അവിടെ. റൂമിൽ ഞാൻ 10-12 പേരുണ്ടാവും അവിടെ പ്ലേ സ്റ്റേഷൻ ഉള്ളത്. ആ റൂം ഫുള്ളി AC ആണ് എല്ലാം സെറ്റാ. റൂം സെറ്റ് റൂമാ. എന്റെ മോനത് കളിച്ചോടങ്ങട്ടെ. പിന്നെ എനിക്ക് തന്നെ എനിക്ക് അവസ്ഥ ഇറങ്ങിപ്പോ തന്തേന്ന് പറയും എന്റെ അടുത്ത്. PC ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല വേറെ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കും. ഇതിലാണെങ്കിൽ മോൻ കളിച്ചാൽ പറഞ്ഞിട്ട് പൊട്ടിക്കല്ലേ അതൊന്നും കൊടുക്കുന്നില്ല. നന്നാക്കി നോക്കിയിരിക്കും. അതൊക്കെ സ്വന്തം പൈസക്ക്. ഞാൻ എന്റെ സ്വന്തം പൈസക്കാണ് ഈ ലാപ്ടോപ്പ് സാധനങ്ങളെല്ലാം. ആശിന്റെ മോൻ ആശിന്റെ അത്ര പ്രായമാകുമ്പോ സ്വന്തം പൈസക്ക് എല്ലാം എടുക്കാൻ തുടങ്ങി. അതുവരെ വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് നോക്കാം. അതുപോലല്ലോ കൊടുക്കണം എന്നുള്ളത്. വേണമെന്ന് പറഞ്ഞ കൊടുത്തല്ലേ വെച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അവാതി കളിച്ചു പോകാൻ പ്രായം ഭാഷ റൂം അടച്ചിരുത്ത് കളിക്കും. റൂം അടച്ച റൂം കുത്തി തുറക്കും.
റൂം എടുത്ത് കളിക്കാൻ സമയമില്ലല്ലോ, അപ്പൊ വന്ന് അതിന് വിട്ടു. ഞാനതുകൊണ്ടല്ല ഇന്ന് വർക്ക് ഫ്രം ഹോം എടുക്കാൻ. ഇന്നെനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാൻ കഥ അടച്ചു കഴിഞ്ഞാൽ അപ്പൊ കരച്ചു തുടങ്ങും പുറത്തുനിന്ന്. അതായത് ആരും കളിക്കാൻ കയറാത്ത രാജ ഇറങ്ങി പോകുന്നപ്പോ തന്നെ. അതല്ലേ ഞാൻ ഇന്നാളെ കളിക്കാൻ വന്നല്ലേ സൈഡ് കണ്ട്. വിളിച്ചാ ചോദിച്ചൊന്നും കേൾക്കണില്ല. ആ ഇടക്ക് ബഗ് വരുന്നുണ്ട്, എന്താണാവോ വിളിച്ചൊന്നും കേക്കത്തില്ല. കർണാടക ഇലക്ഷന് BJP തകർന്നു വരുന്നതല്ല, കേന്ദ്രം കൂടെ പിടിക്കണല്ലേ. അല്ല അതുകൊണ്ടൊരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം കർണാടക കോൺഗ്രസ് തന്നെ ജയിച്ചത്. ഇല്ല യെദ്യൂരപ്പ ആദ്യം BJP വന്നു, എന്നിട്ട് പിന്നെ വീണ്ടും പൊളിഞ്ഞ് വീണ്ടും കോൺഗ്രസ് കയറി. കോൺഗ്രസിൽ നിന്ന് പിന്നെ ആളുകളെ പൈസ കൊടുത്ത് BJPയിലേക്ക് ആക്കിച്ചിട്ടാണ് BJP സ്ഥാനത്തിൽ വീണ്ടും വന്നത്. ആശം കണ്ടോ താങ്ങേണ്ട ആവശ്യമില്ല. ഇല്ല ഇനിയും ഇങ്ങോട്ടോ ബാക്കില് ഇനിയും അമിത്ഷാ ഇത് അന്നത്തെ പണ്ട് വന്ന പോലത്തെ ഒരു വിസിറ്റ് വരും. വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കയ്യിലെടുക്കും. ഈ റൂം ആശിന് വേണ്ടി ആശ എന്തുവല്ല പണി തന്നിട്ടുള്ളില് പകുതി പേര് പോലും ഇല്ലല്ലോ. ആശ എന്തൊരാശ 10-80-70 പേരെ അങ്ങ് കയ്യിലെടുക്കാൻ പറ്റും. BJPക്ക് അതിനുള്ള വരുമാനമില്ല. അദാനി എന്ന് പറയുന്ന ഒരുത്തം തന്നെ ഇല്ലേ? അദാനി അംബാനി രണ്ടെണ്ണം ഇല്ല. ജയിപ്പിച്ചിട്ടുള്ള ജനങ്ങൾ പിന്നെ മണ്ടന്മാരെ ആണല്ലോ. പാർട്ടി മാറി കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക്? ലോകായുക്ത ബില്ല് കൊണ്ടുവരാൻ നോക്കിയത് ലോക്പാൽ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളെ ജയിപ്പിച്ചിട്ട് ആള് പാർട്ടി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ MLA സ്ഥാനം പിൻവലിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ലോക്പാൽ ബില്ല്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇവന്മാരും സമ്മതിക്കില്ല. കാരണം പറഞ്ഞാൽ ഇവന്മാരുടെ കുണ്ടി കടിക്കുന്ന പരിപാടി തന്നെയത്. സ്വയമാരെങ്കിലും കുണ്ടി വെച്ച് കൊടുക്കും, അടിച്ചോളം മതി. Accept STARLORD. അതാണ് ലോക്പാൽ ബില്ല്, അതാണ് നടക്കാത്തത്. ലോക്പാൽ ബില്ലല്ല, കേന്ദ്ര ഇലക്ഷൻ വരുമല്ലോ. കേന്ദ്ര ഇലക്ഷന് ബാലറ്റ് പേപ്പർ ആക്കാൻ പറഞ്ഞിട്ട് ഒരാക്കണ്ട. ഇപ്പോഴും മെഷീൻ വെച്ചോണ്ടിരിക്കും. മെഷീനിൽ ഹാക്കിംഗ് ഒക്കെ നടത്താൻ പറ്റും ഈ കാലത്ത്. സ്വാഭാവികം. ബാലറ്റ് പേപ്പർ ആക്കാൻ പറഞ്ഞിട്ട് ആക്കണ്ട. പിന്നെ എങ്ങനെയാണ് അവിടെ ഇനിമി അടിച്ചു കൊടുക്കവാ. ഇനി മറ്റേ ഡോക്ടറിനെ അടിച്ചോണ്ടോക്കവാ. ബാലറ്റ് പേപ്പർ ആക്കാൻ പറഞ്ഞിട്ട് ആക്കില്ല. ഇത്ര ഉടായ്പ രാജഭരണത്തില്ലായിരുന്നു കേട്ടോ. അന്നത്തെ രാജഭരണം ഇത്ര അവിടെ ആ മുക്കം ഒരാളേ ഉള്ളു. ഇവിടെ ആ മുക്കാൻ കൊറേ പേരുണ്ട്. ജനങ്ങൾക്ക് നാട് ഭരിക്കാൻ കൊടുത്തതോടെ നാട് നശിച്ചു. ചെറിഞ്ഞാണ് ഇതും ചെറിഞ്ഞല്ല, അതൊന്നും ചെറിഞ്ഞല്ല. ബോട്ട് അല്ല എനിമീസ് വന്നിട്ട് അവിടെ ഭയങ്കര മറ്റേത് കാണുന്നു. ആദ്യം എനിമിനെ തപ്പി നോക്കാം നമുക്ക്. എന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് അങ്ങനെയാണ്. ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ അടിച്ചോളാം. ഫ്യൂച്ചറിലൊരു വേൾഡ് വാർ ഉണ്ടായ എങ്ങനെ ഉണ്ടാവും? ഇല്ല, വേൾഡ് വാർ ഉണ്ടായി ലോകം നശിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആദ്യം തൊട്ട് ലൈഫ് ഉണ്ടാവുന്നത്. നിന്റെ ആശുപത്രിയുടെ കീഴില് ചെറിയ കുന്നകുളത്തിന്റെ ഉള്ളത്. ഒരു ആറ്റം പോകുമ്പോട്ട് കൂളായിട്ട് പോകും.
കൊറേ ബോംബ് വിളിച്ചാവൂലടാ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടിയിട്ട് രക്ഷപ്പെടുന്ന സിംഗറുണ്ട്. അത് കുഴിയിൽ ചാടിയോണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ചേമ്പറിലേക്ക് ഇരുന്നാ മതിയല്ലേ. ബാറ്റിന് സർവൈവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കണാണോ? ഇവിടെ കൊടിയൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അതപ്പായിക്ക വന്നത് സിനിമ കൊണ്ടുവന്നു. ഞാൻ 6 മാസം കഴിഞ്ഞിട്ടാണ് മാറലിന്റെ ഒരു പടം വന്നെ. ഇനിയാ ഗാലക്സി അടിപൊളി. സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു സോളോ പടം പോലെ കണ്ടിട്ട് വരാം. സ്റ്റോറി മോഡായിട്ട് ഒരു ബന്ധമില്ല. ആ പടം തീർക്കണ പിന്നെ ഈ സ്റ്റാർ ലോഡിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അതിനെക്കുറിച്ച് ഇപ്പൊ ഒരു ഇതില്ല. അയൺമാൻ്റെ ഇത് വരുന്നത് നമ്മളെ സീക്രട്ട് വോയിസിലാണ്. അതിനകത്ത് എന്തായാലും വരുന്നുണ്ട്. സീക്രട്ട് വോയിസിൽ അവനെ കൊണ്ട് നിർത്തിയ കഥയില്ല അയൺമാനല്ല ഒരു താങ്ങ വന്ന സിനിമ പോകും. ലോകത്തിൽ കണ്ടതിലേക്ക് ഏറ്റവും കൂടുതൽ കാശുള്ള മൂവി അവതാറിനെക്കാട്ടും കാശ കാശുണ്ടാവണം. ഞാൻ കേട്ടത് കാശെന്നാണ് കേട്ടത്. അവതാറിനെക്കാട്ടും കാശാണ്. പറയാൻ പറ്റില്ല. അവതാറിന് അത്ര പൈസ ഉണ്ടാവണം. അത്രയും വലിയ മൂവിയില് സീക്രട്ട് വാഷ്. സീരിയസ് ആയിട്ട് ഇറങ്ങണല്ലോ സീക്രട്ട് വാഷാ. തൊട്ടടുത്ത് ഇവിടെ കഥ ഇല്ലെങ്കിൽ സിനിമ പോയി. ഇപ്പോഴത്തെ കുറെ ക്യാപ്റ്റൻ മാർവലും ഈ ഇപ്പോഴത്തെ കുറെ കൊച്ചു ഇതുണ്ടല്ലോ, കൊച്ചു അവഞ്ചേഴ്സിന്റെ കുറെ പിള്ളേരുകൾ അതിനെ കൊണ്ടുവന്ന സിനിമ പോട്ടെ 100%. പിന്നെ അയൺമാനെ കൊണ്ടുവന്ന സിനിമ വിജയിക്കണമെന്നൊന്നുമില്ല. കഥയും പ്ലോട്ട് നല്ലതായിരുന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സീനിൽ കൊണ്ടുവരുള്ളൂ. അല്ലാണ്ട് ഇനി റോബർട്ട് ഡോണി ജൂനിയറിന്റെ ഒരു യൂണിവേഴ്സിറ്റി അത്ര കൊണ്ടുവരാനില്ല. അയൺമാന്റെ റീബൂട്ട് മാറുകളിൽ കൊണ്ടുവരാൻ പറ്റൂല. കാരണം ഈ യൂണിവേഴ്സിൽ എന്തായാലും പറ്റില്ല. വേറെ ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിറ്റി ഇല്ല കൊണ്ടുവന്നാൽ സിനിമ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ടൈമിൽ ഇന്ത്യയിലാണ്. ഇല്ല അഥവാ എലീസ് വേൾഡ് ആയിട്ട് ഇപ്പൊ DC ചെയ്യുമ്പോല്ല ബാറ്റ്മാന്റെ എലീസ് വേൾഡ് മൂവീസ് ഇറങ്ങുന്നുണ്ടല്ലോ DC യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ അതേപോലെ കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നില്ല വിജയിക്കും. കാരണം ഇപ്പൊ മാറലിനൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. അതിനനുസരിച്ചാണ് ഇപ്പൊ അവര് പൊക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ വേറെ കഥ കൊണ്ടുവന്ന ഗാർഡിയൻസ് ഗാലക്സിയിലെ എൻഡിങ് ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അടുത്ത സ്റ്റോമ പറഞ്ഞാലോ ഇവിടെ അവിടെ ആയിട്ട് രാജ നമുക്ക് ഇവിടെ നിന്ന് പോവാ. അടുത്ത സ്റ്റോമാണ് സാർ. അടുത്ത സ്റ്റോം പറ. ജെർണക്ക് അടുത്ത സ്റ്റോമിലാണ്. എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? ഒരു ലോജിക് ഇല്ലല്ലോ. തിരിച്ചു വന്നതാടാ. എങ്ങനെയാണ് അതാണ് എന്റെ ഗെയിമിൽ ചത്തതാണ്. അവളെ ഒരു ലോജിക്കില്ല തിരിച്ചു കൊണ്ടുവന്നു. ഗാർഡിയൻസിനുള്ള പെണ്ണാണ് ഗമോറ, മനസ്സിലായേ? അതുകൊണ്ടാണ് അവള് പോവാത്തേന്നാണ് ഒരു ഡെഫിനിഷൻ. ടാനോസും രക്ഷപ്പെടണം. അവള് രക്ഷപ്പെടണം. 120 നീ കൊടുത്തു. ഞാൻ എത്ര അടി കൊടുത്തു അറിയാം.
നോക്ക് നോക്ക്